അവർ വടക്കോട്ട് നടന്ന് താമസിയാതെ ജനകന്റെ യജ്ഞശാലയിൽ എത്തിച്ചേർന്നു. യജ്ഞത്തിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുള്ളതെല്ലാം രാമൻ അത്ഭുതത്തോടെ വീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നോക്കൂ പ്രഭു, ആയിരക്കണക്കിന് വിദ്യാധനന്മാരായ ബ്രാഹ്മണർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവരെല്ലാം വേദവിത്തുകളാണ്. ഋഷിമാർക്കായി എത്ര ആശ്രമങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. യജ്ഞത്തിനുള്ള സംഭാരങ്ങളെല്ലാം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. നമ്മൾ എവിടെയാണ് താമസിക്കേണ്ടതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇവയെല്ലാം കണ്ട് ഞാൻ വികാരവിവശനായിരിക്കുകയാണ്. വലിയ തിരക്കില്ലാത്തതും അടുത്ത് ജലമുള്ളതുമായ ഒരു സ്ഥലം വിശ്വാമിത്രൻ തിരഞ്ഞെടുത്തു. അവർ അവിടെ വാസമുറപ്പിച്ചു. വിശ്വാമിത്ര മഹർഷിയുടെ ആഗമനത്തെപ്പറ്റി ജനകൻ കേട്ടു. അദ്ദേഹം ഏറെ വികാരഭരിതനായി. ആചാര്യനായ സദാനന്ദനോടുകൂടി ആ മഹാത്മാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം വേഗത്തിൽ നടന്നു ചെന്നു. വളരെ വിനീതനായി അതിഥിയെ സ്വീകരിച്ചു. വിശ്വാമിത്രൻ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സസന്തോഷം സ്വീകരിച്ചു. ജനകൻ നടത്താൻ പോകുന്ന യാഗത്തെപ്പറ്റി അദ്ദേഹം ചോദിച്ചു. വിശ്വാമിത്രന്റെ സാന്നിധ്യം കൊണ്ട് തൻ്റെ യജ്ഞം അനുഗ്രഹീതമാവുമെന്നോർത്ത് ജനകൻ ഏറ്റവും സന്തുഷ്ടനായി. അദ്ദേഹം മഹർഷിയോട് വിനയപൂർവ്വം പറഞ്ഞു, യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങയുടെ കനിവേറിയ സാന്നിധ്യം മൂലം യജ്ഞത്തിന് ഉദിഷ്ടഫലം സിദ്ധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ അനുഗ്രഹിക്കാൻ ഇവിടെ അങ്ങ് സ്വയം വന്നു ചേർന്നതിനാൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഫലവത്താകുമെന്ന് എനിക്കറിയാം. യജ്ഞം അവസാനിക്കാൻ ഇനി 12 ദിവസങ്ങൾ കൂടി വേണമെന്നാണ് പണ്ഡിതർ പറയുന്നത്. അതുവരെ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ദേവന്മാർ അവരുടെ ഹവിർഭാഗം വാങ്ങുവാൻ വരുമ്പോൾ അവിടെ അങ്ങുണ്ടാവണം. ജനകൻ മഹർഷിയുടെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ആസനസ്ഥനായ ശേഷം ജനകൻ വീണ്ടും പറഞ്ഞു, ഈ 2 യുവാക്കളെ കണ്ട് എൻ്റെ ജിജ്ഞാസ വളരുകയാണ്. അവർ ദേവന്മാരെ പോലെ വീരന്മാരാണെന്ന് കണ്ടാൽ തോന്നുന്നു. അവർ കൊച്ചു ഗ്രഹങ്ങളെ പോലെ നടക്കുന്നു. അഥവാ സിംഹത്തെ പോലെയോ വ്രാക്കത്തെ പോലെയോ മനോജ്ഞാനമാണ് അവരുടെ നടപ്പ്. പ്രഭു, അവരുടെ നയനങ്ങൾ വിസ്തൃതവും താമരതളം പോലെ സുന്ദരവുമാണ്. വാളുകൾക്ക് പുറമെ അവർ വില്ലും അമ്പും ധരിച്ചിരിക്കുന്നു. അശ്വിനി ദേവന്മാരെ പോലെ സുന്ദരന്മാരായി നടക്കുന്നു ഇവർ. സംഗതിവശാൽ ഭൂമിയിൽ പിറന്ന ഏതോ ദേവന്മാരാണെന്നും തോന്നുന്നു. നവയമ്മനം പ്രാപിച്ച ഈ കുമാരന്മാർ ആരാണ്? ഇവരുടെ സൗന്ദര്യം കാണുമ്പോൾ ഇവർ സ്ത്രീകളായി ജനിക്കേണ്ടതാകുന്നു എന്ന് എനിക്ക് ഏത് പുരുഷനും ആഗ്രഹിച്ചു പോകുന്നത് പോലെ തോന്നുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ആനന്ദ തുന്തിലിരക്കുവാൻ വേണ്ടിയാണ് ഇവരിവിടെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആഡംബര സമൃദ്ധിയിൽ കഴിഞ്ഞിരുന്ന രാജകുമാരന്മാരെ പോലെ തോന്നിക്കുന്ന ഇവർ എങ്ങനെ ഈ ദൂരം മുഴുവൻ നടന്നു വന്നു? ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുമ്പിട്ടത് എന്തിനാണ്? ഈ യുവാക്കന്മാർ ആരാണ്? ഇവരെ പുത്രന്മാരായി ലഭിക്കുവാനുള്ള ഭാഗ്യം ഏത് രാജാവിനാണ് ഉണ്ടായത്? സൂര്യചന്ദ്രന്മാർ ആകാശത്ത് ഭംഗിയുണ്ടാക്കും പോലെ ഇവർ ഈ യജ്ഞശാലയെ ഏറ്റവും സുന്ദരമാക്കി തീർക്കുന്നു. കാഴ്ചയിൽ ഇവർ ക്ഷത്രിയരാണെന്നും സഹോദരന്മാരാണെന്നും എനിക്ക് തോന്നുന്നു. ഇവർ ആരാണെന്ന് എന്നോട് പറഞ്ഞാലും പ്രഭു. വിശ്വാമിത്രൻ പറഞ്ഞു, കോസല രാജാവായ ദശരഥന്റെ പുത്രന്മാരാണിവർ. അതിനുശേഷം സിദ്ധാശ്രമത്തിലെ യാഗത്തെപ്പറ്റിയും മിഥിലയിലേക്കുള്ള യാത്രയെപ്പറ്റിയും വിസ്തരിച്ചു പറഞ്ഞു. ഗൗതമാശ്രമം സന്ദർശിച്ച വിവരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അവസാനിപ്പിച്ചു. അങ്ങയുടെ അധീനതയിലുള്ള ധനുസിനെ പറ്റി ഞാൻ അവരോട് പറഞ്ഞു. പുരുഷാന്തരങ്ങളായി ഇവിടെ പൂജിച്ചു വെച്ചിട്ടുള്ള മഹാദേവന്റെ ആ ധനുസ് കണ്ട് കൺകുളിർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണിവർ. അതിനായി ഞാൻ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. ഇവർ വില്ലാളി വീരന്മാരാണെന്ന് അങ്ങ് കാണുന്നില്ലേ? ലോകപ്രസിദ്ധമായ ധനുസ് കാണുവാൻ ആഗ്രഹമുണ്ടാകുക ഇവർക്ക് സ്വാഭാവികമാണല്ലോ. വിശ്വാമിത്രന്റെ വാക്കുകൾ കേട്ട് ജനകന്റെ ആചാര്യനായ ശതാനന്ദൻ വികാരവിവശനായി. ഗൗതമപുത്രനായ അദ്ദേഹം വലിയ തപോധനായിരുന്നു. അമ്മയെ പരിപൂതിയാക്കിയ രാമനിൽ നിന്ന് അദ്ദേഹത്തിന് കണ്ണെടുക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വിശ്വാമിത്രനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹർഷി, വളരെ കാലമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയെ ഈ രാജകുമാരന്മാർ കണ്ടുവല്ലോ. അവർ ഇവരെ വളരെ കാലമായി പൂജിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠനായ എൻ്റെ പിതാവ് ആശ്രമത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നു. വളരെ കാലത്തിനു ശേഷം അവർ ഒത്തുചേർന്നിരിക്കുന്നു. എനിക്കുള്ള സന്തോഷം അപാരമാണ്. അദ്ദേഹം പിന്നീട് രാമൻ്റെ നേരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങയ്ക്ക് സ്വാഗതം. രഘുവംശത്തിലെ ഇളമുറ സന്തതിയായ അങ്ങ് വിശ്വാമിത്രനോടൊന്നിച്ച് ഇവിടെ വന്നിരിക്കുന്നു. സാധാരണ മനുഷ്യർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യം നേടിയ ആളാണ് ഇദ്ദേഹം. തൻ്റെ തപശക്തി കൊണ്ട് ഇദ്ദേഹം ബ്രഹ്മഹർഷിയായി. ഈ മഹാത്മാവ് നിങ്ങളുടെ രക്ഷാകർത്തൃത്വം ഏറ്റിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വളർത്തച്ഛനെ ലഭിച്ചത് നിങ്ങളുടെ
അതിനാൽ അദ്ദേഹത്തിൻ്റെ മഹത്തായ പരിശ്രമങ്ങളെപ്പറ്റിയും നേട്ടങ്ങളെപ്പറ്റിയും ഞാൻ നിങ്ങളോട് പറയാം. അതെ, വിശ്വാമിത്രൻ്റെ കഥ. ചന്ദ്രവംശത്തിലെ പൂരുരവസ്സിന് 6 പുത്രന്മാരുണ്ടായി. അവരിൽ ജ്യേഷ്ഠപുത്രൻ ആയുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി നഹുഷൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ യയാതി, അതിനുശേഷം പുരു എന്നിവരുണ്ടായി. പിന്നീടുള്ള രാജാക്കന്മാർ പൗരവന്മാർ എന്ന പേരിൽ പ്രസിദ്ധരായി. പൂരുരവസ്സിൻ്റെ കനിഷ്ഠപുത്രൻ വിജയനായിരുന്നു. വിജയന് ഭീമൻ എന്നൊരു പുത്രനുണ്ടായി. ഭീമന്റെ പുത്രൻ കാഞ്ചനനും അദ്ദേഹത്തിൻ്റെ പുത്രൻ ജഗ്നുവാനുമായിരുന്നു. ഭഗീരഥന്റെ പിന്നാലെ കുത്തിയൊഴുകിപ്പോയ ഗംഗയെ ആചമനം ചെയ്തുകൊണ്ടുണ്ടാക്കിയ ഈ ജഗ്നുവാനാണ്. ജഹ്നുവിൻ്റെ പുത്രനായിരുന്നു പുരു. പുരുവിന് ബാലകനെന്നും ബാലകന് അജകനെന്നും അജകുശൻ എന്നും പേരുള്ള പുത്രന്മാരുണ്ടായി. കുശന്റെ 4 പുത്രന്മാരിൽ ഇളയവൻ കുശാനാഥനും കുശനാഥന്റെ പുത്രൻ ഘാതിയുമായിരുന്നു. ഘാതിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ. അദ്ദേഹം അക്കാലത്ത് കൗശികൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം പ്രജകളെ വേണ്ട പോലെ ഭരിച്ചു. വളരെ നല്ല രാജാവെന്ന് അദ്ദേഹം പ്രസിദ്ധനായി തീർന്നു. ഒരിക്കൽ രാജാവ് വലിയൊരു സൈന്യത്തോടുകൂടി കാട്ടിലേക്ക് പോയി. പല സ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. തൻ്റെ ഭരണത്തിന് കീഴിലുള്ള പല നഗരങ്ങളിലും അദ്ദേഹം പോയി. സഞ്ചാരത്തിനിടയിൽ ഭംഗിയേറിയ ഒട്ടധികം നദികൾ അദ്ദേഹം കണ്ടു. കുന്നുകളും അവയോട് ചേർന്ന് കിടക്കുന്ന ആശ്രമങ്ങളും കണ്ടു. അവയിൽ ഒരാശ്രമം ബ്രഹ്മപുത്രനായ വസിഷ്ഠൻ്റേതായിരുന്നു. അകലെ നിന്ന് തന്നെ പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കൗശികന് കാണുവാൻ കഴിഞ്ഞു. ആശ്രമ സമീപത്തിൽ കൂടി മന്ദം മന്ദം ഒഴുകിയിരുന്ന അരുവി അദ്ദേഹം കണ്ടു. അവിടുത്തെ ഉപവനങ്ങളിൽ പല മാൻകൂട്ടങ്ങളും മറ്റു വളർത്തുമൃഗങ്ങളും ഉണ്ടായിരുന്നു. സിദ്ധന്മാർ, ചാരന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ തുടങ്ങിയവരെല്ലാം സാധാരണ മട്ടിൽ അവിടെ പെരുമാറുന്നത് അദ്ദേഹത്തെ അത്ഭുതപരന്തരാക്കി. പക്ഷികൾ വൃക്ഷങ്ങളിൽ കൂടുകെട്ടി അവിടെ ഇരുന്ന് സംഗീതാരവം മുഴക്കുന്നത് എല്ലായിടത്തും പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. ആശ്രമത്തിലും പരിസരത്തിലുമാകെ പരമമായ ശാന്തി കളിയാടിക്കൊണ്ടിരുന്നു. കുറച്ചുകൂടി അടുത്ത് ചെന്നപ്പോൾ അനവധി ഋഷിമാർ തപസ് ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. ധ്യാനനിരതനായിരിക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. താൻ കേട്ടിട്ടുള്ള ബ്രഹ്മലോകം സ്വർഗത്തിലെന്നും വസിഷ്ഠം വസിക്കുന്ന ഈ ഭൂമി ഭാഗത്തിലെന്നും അദ്ദേഹത്തിന് തോന്നി. ഋഷ്യാശ്രമം കണ്ടാൽ അവിടെ സന്ദർശിച്ച് ഋഷിയെ വന്ദിച്ച് അതിലെ കടന്നു പോകാവൂ എന്നായിരുന്നു ക്ഷത്രിയരുടെ ഇടയിലെ നിയമം. പകരം ഋഷി രാജാവിനെ സ്വാഗതം ചെയ്യണം, ബഹുമാനിക്കുകയും വേണം. രാജാവ് നാരായണാംശമാണെന്നാണ് വെപ്പ്. കൗശികൻ വസിഷ്ഠന്റെ ആശ്രമത്തിൽ പ്രവേശിച്ചു. ആ മഹാത്മാവിനെ ദണ്ഡ നമസ്കാരം ചെയ്യുകയും ചെയ്തു. ഋഷിക്ക് വളരെ സന്തോഷമായി. ആവേശത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. രാജോചിതമായ ഒരാസനം വരുത്തി അദ്ദേഹത്തെ അതിൽ ഉപവിഷ്ടനാക്കി. ഫലമൂലാദികളും ഉജ്ജ്വലവും നൽകി. ഒരു മഹാരാജാവിന് ചേർന്ന വിനയത്തോടെ കൗശികൻ അവയെല്ലാം സ്വീകരിച്ചു. പിന്നീട് പൊതുവെയുള്ള കാര്യങ്ങളിൽ അവർ തമ്മിൽ സംസാരിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, ധർമ്മിഷ്ഠനായ അങ്ങയുടെ ഭരണത്തിന് കീഴിൽ പ്രജകൾ സുഖികളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ഭൃത്യന്മാർ സൽസ്വഭാവികളും അനുസരണയുള്ളവരുമാണെന്ന് ഞാൻ കരുതുന്നു. എല്ലാം ശത്രുക്കളെയും അങ്ങ് കീഴടക്കിയിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങയുടെ സൈന്യം വിപുലവും ശക്തവുമല്ലേ? അങ്ങയുടെ ഭണ്ഡാരം നിറഞ്ഞിരിക്കുന്നില്ലേ? അങ്ങയുടെ പുത്രന്മാർ സന്തുഷ്ടരും അനുസരണശീലവും ഉള്ളവരുമല്ലേ? കൗശികൻ അതെ എന്ന് എല്ലാറ്റിനും മറുപടി പറഞ്ഞു. അവർക്ക് അന്യോന്യം വലിയ ബഹുമാനമായിരുന്നു. അവർ വളരെ നേരം ഓരോ കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടേയിരുന്നു. നേരം അധികമായപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, എൻ്റെ ആതിഥ്യം സ്വീകരിക്കുവാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. സൈന്യസമേതനായി അങ്ങ് ഞങ്ങളുടെ ആശ്രമം സന്ദർശിക്കുന്നത് എന്നത് ഒരു അപൂർവ സംഭവമാണ്. ഞങ്ങൾക്കതിലൊരു അഭിമാനവും ആശ്രമത്തിനൊരു ബഹുമാന്യതയുമാണ്. അതിനാൽ ഞാൻ അങ്ങയെ സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയ്ക്ക് ധർമ്മിഷ്ഠനും സൽസ്വഭാവിയുമായ രാജാവാണ്. ഞാൻ അങ്ങയിൽ സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങ് ബഹുമാനിക്കപ്പെടേണ്ടവനാണ്. അതിലങ്ങയുടെ സന്മനസ്സുണ്ടായാൽ കൊള്ളാം. ഋഷിയുടെ വാക്കുകൾ കൗശികനെ വികാരതീതനാക്കി. വളരെ വിനീതനായി അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ തന്നെ ഞങ്ങൾക്ക് മൃഷ്ടാനം തന്നലഭ്യമായി. പോരെങ്കിൽ ഫലമൂലാദികൾ നൽകുകയും ചെയ്തു. അങ്ങയുടെ ദർശനമാകട്ടെ ഞങ്ങളുടെ ഏറ്റവും പരപൂരിതമാക്കിയായിരിക്കുന്നു. ഒരു സദ്യയുടെ ആവശ്യം ഇനിയുണ്ടോ? ഈശ്വരന് തുല്യം ബഹുമാനിക്കപ്പെടേണ്ട ആവനാണ് അങ്ങ്. എന്നെ ബഹുമാനിക്കുന്നു എന്ന് അങ്ങ് പറയുന്നത്ര. ഞാൻ അങ്ങയോട് വിട വാങ്ങി യാത്ര തുടരാൻ ആഗ്രഹിക്കുകയാണ്. ഇത്ര വളരെ പേർക്ക് ഭക്ഷണം നൽകുവാൻ ഋഷിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കൗശികന് തോന്നി. പോവാൻ എന്ന മട്ടിൽ തന്ത്രപൂർവ്വം ഋഷിയെ രക്ഷിക്കാൻ അദ്ദേഹം തീർച്ചയാക്കി. എന്നാൽ വസിഷ്ഠൻ ഒട്ടും സമ്മതിച്ചില്ല.
തൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ താമസിക്കാൻ അദ്ദേഹം വീണ്ടും വീണ്ടും നിർബന്ധിച്ചു. ഒടുവിൽ കൗശികന് അത് സമ്മതിക്കേണ്ടി വന്നു. രാജാവ് പറഞ്ഞു, പ്രഭു, അങ്ങനെയാവട്ടെ. അങ്ങയുടെ ആതിഥ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ എനിക്ക് നിവൃത്തിയില്ലാതെയായിരിക്കുന്നു. അവർ ചിരിച്ചുകൊണ്ട് ആശ്രമത്തിൽ നിന്ന് പുറത്തു കടന്നു. വസിഷ്ഠൻ ഉച്ചത്തിൽ വിളിച്ചു, സുരഭി, ബാലെ, ശമ്പളെ, ഇവിടെ വരൂ. ആരെയാണ് അദ്ദേഹം വിളിക്കുന്നതെന്ന് കൗശികൻ അത്ഭുതപ്പെട്ടു നോക്കി. പെട്ടെന്ന് സർവാംഗ സുന്ദരിയായ ഒരു പശു നടന്നു വന്ന് വസിഷ്ഠന്റെ മുന്നിൽ നിന്നു. അത് പതുക്കെ ചോദിച്ചു, എന്നെ വിളിച്ചു വച്ചാ? പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം സുന്ദരിയാണ് ആ പശു എന്ന് കൗശികൻ കണ്ടു. അവളുടെ ആകൃതി അതിരമണീയം തന്നെയായിരുന്നു. കറുപ്പും വെളുപ്പും ചേർന്നതായിരുന്നു അവളുടെ നിറം. കണ്ണുകൾ ഇണക്കമുള്ളതും മൃദുവായി ചലിക്കുന്നതുമായിരുന്നു. വസിഷ്ഠൻ പറഞ്ഞു, ശബളൻ, രാജ്യത്തെ രാജാവാണ് ഇദ്ദേഹം. പേര് കൗശികൻ എന്നാണ്. അദ്ദേഹം സൈന്യസമ്മേതമാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെയും പരിവാരങ്ങളെയും സൽക്കരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കുക. എല്ലാം സുലഭമാവണം. അവരെ സംതൃപ്തരാക്കി മടക്കി വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേഗം എല്ലാം തയ്യാറാക്കൂ. ദേവാസുരന്മാർ അമൃതനായ പാലൊഴി കടഞ്ഞപ്പോൾ പൊന്തി വന്ന ദിവ്യഗോവായ കാമധേനുവായിരുന്നു ഈ ശബള. അവളെ അന്ന് വസിഷ്ഠനാണ് നൽകിയത്. അവർ രാജകീയാദിക്കും പരിവാരങ്ങൾക്കും ഒരു ഗംഭീര സദ്യങ്ങൾ കൊടുക്കുവാൻ വേണ്ടതായ വിഭവങ്ങൾ സൃഷ്ടിച്ചു. സ്വാദിഷ്ടങ്ങളായ വിവിധതരം അന്നങ്ങളും പലോതരം പാനീയങ്ങളും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഓരോരുത്തരുടെയും നാവിന് രുചിക്കുന്ന വിധത്തിലായിരുന്നു അവയെല്ലാം. കുന്നുകുന്നായി കൂട്ടിയ നാനാഭാവങ്ങൾ ഏറ്റ് സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടിയാണ് അതിഥികൾ വിളമ്പിയത്. എല്ലാവരും മൂക്കുമുട്ട ഭക്ഷിച്ച് തൃപ്തിയടഞ്ഞു. കൗശികൻ ഏറ്റവും സന്തുഷ്ടനായി. അദ്ദേഹം ഋഷിയോടും കൂടി മറ്റുള്ളവരെയും അഭിനന്ദിച്ചു. പിന്നീട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സൽക്കാരം എനിക്ക് ലഭിച്ചിട്ടില്ല. ഇത്ര രുചികരമായ ഭക്ഷണം ഞാൻ ഇതിനു മുമ്പ് ഭക്ഷിച്ചിട്ടുമില്ല. അങ്ങയുടെ ഒരു ഔദാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങയുടെ പശുവായ ശബളയുടെ ശക്തിയിൽ ഞാൻ ഏറ്റവും ആകർഷണനായി തീർന്നിരിക്കുന്നു. അവളെ പോലെയുള്ള ഒരു പശു പ്രജാപാലനം ചെയ്യുന്ന രാജാവിൻ്റെ അധീനതയിലാണ് ഇരിക്കേണ്ടത്. അവൾക്കുള്ള ഐശ്വര്യം എല്ലാവർക്കും അനുഭവിക്കേണ്ടതാണ്. അവളെ എനിക്ക് തരുവാൻ ദയവുണ്ടാകണം. പ്രത്യുപകാരമായി ഞാൻ അങ്ങേക്ക് 1,00,000 പക്ഷികളെ തരാം. ഈ പശു ഒരു രത്നമാണ്. ഏത് വിലക്കപ്പെട്ട രക്തവും രാജാവിൻ്റേതാണ്. ദയവായി അവളെ എനിക്ക് തന്നാലും. കൗശികന്റെ വാക്ക് കേട്ട് വസിഷ്ഠൻ ഞെട്ടിപ്പോയി. എങ്കിലും സസ്യസ്ഥ്യം വരുത്തി അദ്ദേഹം പറഞ്ഞു, ആർക്കും ഏതും നിഷേധിക്കുക എന്നത് എൻ്റെ സ്വഭാവമല്ല. പക്ഷേ ശബളയുടെ കാര്യം ഒന്ന് വേറെയാണ്. 1,00,000 പശുക്കളെ പകരം തരാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ സുരഭിയെ തരില്ല. കുന്നുകുന്നായി സ്വർണവും വെള്ളിയും തരാമെന്ന് അങ്ങ് പറഞ്ഞേക്കാം. അതുകൊണ്ട് എനിക്കിത് പ്രയോജനമാണുള്ളത്. ഞാൻ ശബളയെ വിട്ടുപിരിയുകയില്ല, അതുറപ്പാണ്. കൗശികൻ അമ്പരമെന്ന മട്ടിൽ നിന്നു. വസിഷ്ഠന്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹേ രാജാവേ, ശബള എൻ്റെ അംശമാണ്. അവളെ എന്നിൽ നിന്ന് വേർപെടുത്തുവാനാവില്ല. കീർത്തിമാനായ മനുഷ്യനിൽ നിന്ന് കീർത്തിയെ വേർപെടുത്തുവാൻ ശ്രമിക്കും പോലെയാണിത്. ഞാൻ എൻ്റെ കർമാനുഷ്ഠാനങ്ങൾ നടത്തുന്നതെല്ലാം ശബളയുടെ സഹായം കൊണ്ടാണ്. അവളെ അങ്ങക്ക് തരുവാൻ എനിക്ക് കഴിയുകയില്ല. കൗശികൻ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്ന മട്ടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പട്ടുകൾ പുതപ്പിച്ച് സ്വർണ്ണ തലക്കെട്ടുകൾ കെട്ടിച്ച 1000 ആയനകളെ ഞാൻ അങ്ങേക്ക് നൽകാം. 800 കുതിരകളെ, അത്ര തന്നെ രഥങ്ങളെയും തരാം. വേണമെങ്കിൽ അതിൽ കൂടുതലും തരാം. ഞാൻ അങ്ങേക്ക് 1 കോടി കപില പശുക്കളെ ദാനം ചെയ്യും. ഈ ഒരു ശബള പശുവിനെ എനിക്ക് നൽകിയാൽ വേണമെങ്കിൽ ഞാൻ അങ്ങേക്ക് എണ്ണമറ്റ സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും തരാൻ ഒരുക്കമാണ്. ഉറപ്പോടെ തല ഉരുക്കിക്കൊണ്ട് വസിഷ്ഠൻ പറഞ്ഞു, ഇല്ല, അവൾ എൻ്റെ മണിരത്നമാണ്. അവൾ എൻ്റെ സർവസ്വവുമാണ്. അവൾ എൻ്റെ എല്ലാമാണ്. എൻ്റെ ജീവൻ തന്നെയാണ്. അവളിലാണ് എൻ്റെ തപസ് മുഴുവൻ നിലകൊള്ളുന്നത്. ഇതിനെപ്പറ്റി ഇനി വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരിക്കലും അവളെ വിട്ടുതരില്ല. ധനം നൽകുമെന്നുള്ള അങ്ങയുടെ പ്രലോഭനം വ്യർത്ഥമാണ്. അതുകൊണ്ടൊന്നും എനിക്കൊരു പ്രയോജനവുമില്ല. ശബള എൻ്റേതാണ്. അവളെന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കൗശികൻ ഒരു ക്ഷത്രിയനായിരുന്നു. 2ാം വാക്കിന് കോപം വരുന്ന പ്രകൃതിയനായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് തടസ്സം വരിക എന്നത് ഇതുവരെ ഉണ്ടാവാത്ത കാര്യമാണ്. ഈ അത്ഭുത ഗോവിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉറച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം ക്രുദ്ധനായ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരോട് പശുവിനെ ബലമായി പിടിച്ചുകൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവരവളെ തൊഴുത്തിൽ നിന്ന് ബലമായി വലിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു. അവൾ സ്വയം ഇങ്ങനെ വിചാരിച്ചു, ശ്രേഷ്ഠനായ വസിഷ്ഠൻ എന്നെ ഉപേക്ഷിച്ചതാണെന്നാവും. എന്നെ ഇങ്ങനെ ശിക്ഷിക്കാത്തക്കവണ്ണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? രാജഭൃത്യന്മാർ എന്നെ ഇവിടെ വെച്ച് വലിച്ചുകൊണ്ടു പോകുന്നുവല്ലോ. എൻ്റെ അച്ഛനാണെങ്കിൽ അതിനൊന്നും ചെയ്യുന്നുമില്ല. അവൾ കരയുവാൻ തുടങ്ങി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ നെടുവേർപ്പ് വിട്ടുകൊണ്ടിരുന്നു. ഞാനിപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. രാജഭൃത്യന്മാർ എന്നെ അപമാനിക്കുവാൻ അദ്ദേഹത്തിന് ഇങ്ങനെ സമ്മതിച്ച എന്താണെന്ന് എനിക്ക് ചോദിച്ചറിയണം. അവൾ തന്നെ പിടികൂടിയവരിൽ നിന്ന് കുതിറിയോടി വേഗത്തിൽ വസിഷ്ഠൻ്റെ മുന്നിൽ ചെന്ന് നിന്നു.
അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് അവൾ ചോദിച്ചു, അച്ഛാ, എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത്? അച്ഛൻ നോക്കി നിൽക്കെ തന്നെ ഇവരെന്നെ പിടിച്ചുകൊണ്ട് പോകുന്നുവല്ലോ. എന്തിനാണ് ഇത് അനുവദിക്കുന്നത്? വസിഷ്ഠൻ പറഞ്ഞു, നീ കരുതുന്നത് ശരിയല്ല. ഞാൻ നിനക്കൊരു ശിക്ഷയും തരുന്നില്ല. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല. ഈ രാജാവ് പ്രബലനാണ്. അദ്ദേഹം നിന്നെ ആശ്രമത്തിൽ നിന്ന് ബലാത്കാരമായി പിടിച്ചുകൊണ്ടു പോവുകയാണ്. ഒരക്ഷോഹിണിയുള്ള അദ്ദേഹം താൻ പ്രബലനാണെന്ന് ഭാവിക്കുകയാണ്. തന്മൂലമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണിത്. ശബള പറഞ്ഞു, പ്രഭു, ഒരു ബ്രാഹ്മണന് മുമ്പിൽ ഒരു വെറും രാജാവിന് എന്താണ് ശക്തിയാണുള്ളത്? ബ്രഹ്മബലം ക്ഷത്രിയത്തേക്കാൾ എത്രയോ മേലെയാണ്. 74 ലോകത്തിലും കിടയറ്റതാണ് അങ്ങയുടെ മഹത്വം. കൗശികം പ്രബലൻ തന്നെ, സംശയമില്ല. അദ്ദേഹം മഹാനായ ഒരു ക്ഷത്രിയനുമാണ്. അങ്ങയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു ശക്തി പോലും അദ്ദേഹത്തെക്കാൾ എത്രയോ ശക്തി പ്രാപിക്കാമെന്ന് അദ്ദേഹത്തിനൊന്ന് കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് അനുവാദം തരും. അച്ഛാ, അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്തുവാൻ, ഗർവ് ശമിപ്പിക്കുവാൻ എനിക്കൊരു അവസരം തരും. ശ്വാസോച്ഛ്വാസത്തിനോടൊപ്പം നുരയും പതയും വന്നുകൊണ്ടിരിക്കുന്ന പശുവിൻ്റെ നേരെ വസിഷ്ഠനൊന്ന് നോക്കി. അവൾ ഏറ്റവും കോപക്രാന്തിയായിരുന്നു. അവളുടെ കണ്ണുകൾ തുടുത്തിരുന്നു. കോപത്താൽ അവൾ വാൽ പൊക്കിയിരുന്നു. ഋഷി അവളെ നോക്കി ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു, ശരി, ഞാൻ അനുവാദം തരുന്നു. രാജാവിൻ്റെ സൈന്യത്തെ വകവരുത്തുവാൻ പറ്റിയ ഒരു സൈന്യത്തെ നിമിഷത്തിനകം സൃഷ്ടിക്കൂ. സുരഭി അവളുടെ ശരീരമൊന്ന് കുലുക്കിയതേയുള്ളൂ. വളരെ വലിയൊരു സൈന്യം അവിടെ പ്രത്യക്ഷപ്പെട്ടു. കൗശികന്റെ സൈന്യത്തോട് അതേറ്റുമുട്ടി. ഒരു പശു സൃഷ്ടിച്ച സൈന്യം തൻ്റെ സൈന്യത്തെ തോൽപ്പിച്ചത് കണ്ട് കൗശികൻ ക്രുദ്ധനായി. അദ്ദേഹം സുരഭിയുടെ സൈന്യത്തോട് ഏറ്റുമുട്ടി. സുരഭി കൂടുതൽ സേനയെ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. കൗശികനെ സഹായിക്കുവാൻ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ എത്തി. എല്ലാവരും കൂടി വസിഷ്ഠനെ ആക്രമിച്ചു. ഋഷി ഒരു ഹുങ്കാരത്തിൽ അവരെല്ലാം ഭസ്മമാക്കി. രാജാവിൻ്റെ പുത്രന്മാർ ഒരു കൂനചാരമായി. കൗശികന്റെ ഹൃദയം തകർന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യം നശിച്ചു. മക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു. അദ്ദേഹം തകർന്ന് തരിപ്പണമായി. പല്ലുപോയ പാമ്പിനെ പോലെയും ചിറകുകൾ നഷ്ടപ്പെട്ട പക്ഷിയെപ്പോലെയും ഗാംഭീര്യം നഷ്ടപ്പെട്ട സമുദ്രം പോലെയുമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയായി. അദ്ദേഹത്തിൻ്റെ ഗർവ് ശമിച്ചു. മുഖം അസ്വസ്ഥ സൂര്യൻ്റേതുപോലെയായി. ഗാംഭീര്യത മുഴുവൻ നഷ്ടപ്പെട്ടു. ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ മുഖം താഴ്ത്തി ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് കൗശികൻ വസിഷ്ഠാശ്രമം വിട്ട് തൻ്റെ രാജ്യത്തേക്ക് മടങ്ങുകയും ചെയ്തു. കൗശികന്റെ കോപം ശമിച്ചില്ല. വസിഷ്ഠാശ്രമത്തിൽ വെച്ച് പശുവിൻ്റെ സൈന്യത്താൽ പരാജിതനാകേണ്ടി വന്ന ദുരവസ്ഥയെപ്പറ്റി ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിട്ടുപിരിഞ്ഞില്ല. കൗശികൻ എല്ലാത്തിനോടും വെറുപ്പായി. ഒരു പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ച് അദ്ദേഹം കാട്ടിലേക്ക് പോയി. കിന്നരന്മാരുടെയും ആവാസ കേന്ദ്രമായ ഹിമാലയ സാനുസുകളിലേക്കാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ഭഗവാൻ മഹാദേവനെ സന്തോഷിപ്പിക്കുവാനും തപസ് തുടങ്ങുവാനും തുടങ്ങി. സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ കൗശികന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ചോദിച്ചു, അങ്ങ് എന്തിനാണ് തപസ് അനുഷ്ഠിക്കുന്നത്? എന്താണ് അങ്ങയുടെ ആഗ്രഹം? അങ്ങ് ചോദിക്കുന്നത് എന്തും ഞാൻ തരാം. കൗശികൻ അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭഗവാനെ, അങ്ങ് എന്നോട് സന്തുഷ്ടനായിരിക്കുന്നുവെങ്കിൽ എനിക്ക് ദയവായി ഈ വരം എനിക്ക് നൽകുക. ഞാൻ അസ്ത്രവിദ്യയിൽ നിപുണനാകണം. എല്ലാ ദിവ്യാസ്ത്രങ്ങളും അഭിജ്ഞവനമാണ്. അതിനെന്നെ അനുഗ്രഹിക്കണം. മഹാദേവൻ പറഞ്ഞു, ഈ വരം ഞാൻ അങ്ങേക്ക് നൽകുന്നു. സമാധാനമായി പൊയ്ക്കോളൂ. കൗശികൻ സ്വരാജ്യത്തേക്ക് മടങ്ങി. അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം തിരിച്ചു വന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഗർവം തിരിച്ചു വന്നു. എന്നല്ല, അത് മുമ്പത്തിലെയും 10 മടങ്ങായി. അദ്ദേഹം ആത്മഗതം ചെയ്തു. മഹർഷിയായ വസിഷ്ഠൻ മരിച്ചത് തന്നെ. ദേവാധിഷ്ഠിതങ്ങളായ അസ്ത്രങ്ങളെ അദ്ദേഹം എങ്ങനെ തടുത്തു നിൽക്കും? കൗശികൻ വസിഷ്ഠാശ്രമത്തിൽ ചെന്ന് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഒന്നിന്മേലൊന്നായി അസ്ത്രങ്ങൾ അയക്കാൻ ആരംഭിച്ചു. പക്ഷി മൃഗാദികൾ അങ്ങുമിങ്ങും പാഞ്ഞു തുടങ്ങി. പെട്ടെന്നുണ്ടായ ഈ ശല്യം കണ്ട് മഹർഷിയുടെ ശിഷ്യഗണങ്ങൾ അമ്പരന്നു. ഭയപ്പെട്ടു നിന്നവരോടുകയും ചെയ്തു. ആശ്രമം പരിസരങ്ങളും അലങ്കോലപ്പെട്ട നിലയിലായി. എങ്ങും നിശബ്ദതയും ഭീതിയും പരം. കൗശികന്റെ ഈ ക്രൂരതയിൽ വസിഷ്ഠൻ അത്യന്തം കോപിച്ചു. അദ്ദേഹം സ്വയം പറഞ്ഞു, ഒരു കാരണവും കൂടാതെ ഈ രാജാവിനെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുകയാണ്. സൂര്യൻ മഞ്ഞിനെ ഉരുക്കിക്കളയും പോലെ ഞാൻ ഇദ്ദേഹത്തെ നശിപ്പിക്കുന്നുണ്ട്. വസിഷ്ഠൻ കൗശികന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, മനഃശാന്തിയുടെ ഇരിപ്പിടമായ ഈ പ്രശാന്തമായ ആശ്രമം അങ്ങ് നശിപ്പിച്ചിരിക്കുന്നു. ഞാനിതിന് അങ്ങയോട് ഏറ്റവും കുപിതനാണ്. ലോകമര്യാദ എന്താണെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടാ. അങ്ങയൊരു വിഡ്ഢിയാണ്. ഞാൻ അങ്ങയെ കൊല്ലുകയാണ്. വസിഷ്ഠൻ തൻ്റെ ദണ്ഡെടുത്ത് പൊക്കി. അത് യമദണ്ഡ് പോലെ ജ്വലിക്കുവാൻ തുടങ്ങി. യുഗാവസാനത്തിൽ പുകയില്ലാതെ കത്തുന്ന കാലാഗ്നി പോലെ കാണപ്പെട്ടു അത്. തൻ്റെ പക്കൽ ദിവ്യാസ്ത്രങ്ങൾ ഉള്ളതുകൊണ്ട് കൗശികൻ ഒട്ടും തന്നെ കൂസിയില്ല. അദ്ദേഹം ആഗ്നേയാസ്ത്രത്തെ ആവാഹിച്ചു തൊടുത്തു. വസിഷ്ഠൻ കൗശികന്റെ നേരെ തൻ്റെ ദണ്ഡ് ചുഴറ്റിയെറിഞ്ഞു. ഇങ്ങനെ പറയുകയും ചെയ്തു, അങ്ങയുടെ ദിവ്യാസ്ത്രങ്ങൾ എൻ്റെ നേരെ പ്രയോഗിക്കുവാനാണ് ഭാവം അല്ലേ? അങ്ങയുടെ ശൗര്യം കാണട്ടെ. ഞാനിത് അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങക്ക് എന്ത് ചെയ്യുവാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങയുടെ ക്ഷത്രിയ ബലമോ എൻ്റെ ബ്രഹ്മബലമോ വലുത് എന്ന് നമുക്ക് നോക്കാം. ഹേ മൂർഖ, അങ്ങ് ക്ഷത്രിയ വംശത്തിന് തന്നെ ഒരു അപമാനമാണ്. അങ്ങ് ക്ഷത്രിയനാണല്ലോ.
ബ്രാഹ്മണന് ദിവ്യശക്തിയാണ് കൂടുതൽ മേന്മയെന്ന് അങ്ങേക്ക് ഇപ്പോൾ കാണിച്ചു തരാം. കൗശികൻ അയച്ച അസ്ത്രം 4 ഭാഗത്തേക്കും തീ തുപ്പിക്കൊണ്ട് വസിഷ്ഠന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയായിരുന്നു. വസിഷ്ഠൻ തന്റെ മുമ്പിൽ കുത്തി നിർത്തിയ ബ്രഹ്മദണ്ഡിൽ സ്പർശിച്ചപ്പോൾ ജലസ്പർശം പോലെ തന്നെ ആ അഗ്നി കെട്ടുപോയി. തുടർന്ന് കൗശികൻ വാരുണം, രുദ്രം, ഐന്ദ്രം, പാശുപതം, ഐശീകം എന്ന അസ്ത്രങ്ങളും അയച്ചു. അവ മുഴുവൻ ആ ബ്രഹ്മദണ്ഡം വിഴുങ്ങിയെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റി ചൊളിഞ്ഞു. മാനവാസ്ത്രം, ഗന്ധർവാസ്ത്രം, മഹത്തായ ജിംബ്രണാസ്ത്രം, സ്വാപനാസ്ത്രം എന്നിവ അയച്ചു നോക്കി കൗശികൻ. അവയെല്ലാം വൃഥവിലായി. ഇന്ദ്രൻ അധിഷ്ഠന ദേവതയായ വജ്രം പോലും വ്യർത്ഥമായി തീർന്നു. കൗശികൻ കലാപാശം, വരുണപാശം, ബ്രഹ്മപാശം തുടങ്ങിയ പാശങ്ങൾ അയച്ചു നോക്കി. പിന്നീട് അദ്ദേഹം ചക്രങ്ങൾ അയച്ചു. അജയമെന്ന് പ്രസിദ്ധമായ പല അസ്ത്രങ്ങളും അദ്ദേഹത്തിന് അയച്ചുവെങ്കിലും അവയ്ക്കൊന്നും തന്നെ വസിഷ്ഠന്റെ ബ്രഹ്മദണ്ഡത്തിനപ്പുറം കടക്കുവാൻ കഴിഞ്ഞില്ല. ഇത്രയും ആയപ്പോഴേക്കും ഈ അപൂർവ രംഗം കാണുവാൻ ദേവന്മാർ ആകാശത്ത് തടിച്ചുകൂടി. ത്രൈലോകങ്ങളിലുമുള്ള എല്ലാ ബലങ്ങളെക്കാളും മേലെയാണ് ബ്രഹ്മബലമെന്ന് തെളിയുകയായിരുന്നു അപ്പോൾ. നിരാശയുടെ രാജാവ് ബ്രഹ്മാസ്ത്രം തൊടുത്തു. അതിൻ്റെ ഗതിഗതികളെ എല്ലാവരും ശ്വാസമടക്കിക്കൊണ്ട് നോക്കി നിന്നു. ദണ്ഡം അതിനെയും ഇടിഞ്ഞു. വസിഷ്ഠൻ ഇപ്പോൾ കാലാഗ്നി പോലെ കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഓരോ രോമകൂപത്തിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ബ്രഹ്മദണ്ഡം പ്രകാശമായി ഒരഗ്നിസ്തംഭം പോലെയായി തീർന്നു. അത് സ്വർഗത്തിലും ആകാശത്തിലുമുള്ള ഋഷിമാർ ഇങ്ങനെ ഉദ്ഘോഷിച്ചു: വസിഷ്ഠ, അങ്ങയുടെ ശക്തി ഞങ്ങൾ ഇതേവരെ അറിഞ്ഞിട്ടുള്ള ശക്തികളിൽ വെച്ച് മഹത്തരം തന്നെയാണ്. ഏത് അഗ്നിയെയും ഉൾക്കൊള്ളുവാനുള്ള ശക്തി അങ്ങയ്ക്കുണ്ട്. അങ്ങയുടെ പ്രഭാവത്തിൽ അവ മുഴുവനെയും നിസ്സാരമാക്കുവാനും അങ്ങയ്ക്ക് കഴിയും. കൗശികനെ അങ്ങ് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ദയവായി കോപമടക്കും. അങ്ങയുടെ കോപം മൂലം ലോകം നശിക്കാതിരിക്കട്ടെ. അത് കേട്ട് വസിഷ്ഠൻ ശാന്തനായി. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മദണ്ഡു. കൗശികനാകട്ടെ തൻ്റെ വില്ലും അമ്പും വലിച്ചെറിഞ്ഞ് ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ ഉദ്ഘോഷിക്കുകയും ചെയ്തു: ക്ഷത്രിയന്റെ ബലം എന്തിനു കൊള്ളാം? വിലപ്പെട്ടതായ ഏകബലം ബ്രാഹ്മണന്റെ ബലം മാത്രമാണ്. മഹാദേവൻ എനിക്ക് നൽകിയ എല്ലാ അസ്ത്രങ്ങളെയും തടുത്തു നിർത്തുവാൻ ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ദണ്ഡ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. വസിഷ്ഠനെ പോലെ ആകുവാൻ വേണ്ടി കൗശികനും തപസ് ചെയ്യുവാൻ ഉറച്ചു കഴിഞ്ഞു. ബലത്തിൽ ഞാൻ ഇദ്ദേഹത്തിനോട് സമനാവും. ഞാൻ ബ്രഹ്മബലം നേടും, ക്ഷത്രിയബലമല്ല. ഞാൻ ബ്രഹ്മത്വം പ്രാപിക്കും. കൗശികന്റെ ഹൃദയത്തിൽ വിവിധ വികാരങ്ങൾ ഉയർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം വ്രണതമായി. വടികൊണ്ടടിയേറ്റ സർപ്പത്തിൻ്റെ ചീറ്റലുകൾ പോലെ അദ്ദേഹം നെടുവീർപ്പെട്ടു. ഋഷിയോടുള്ള അദ്ദേഹത്തിൻ്റെ വെറുപ്പ് ഭയങ്കരമായി തീർന്നു. വലിയ വികാര തള്ളിയച്ചോടുകൂടിയാണ് അദ്ദേഹം തെക്കോട്ട് പുറപ്പെട്ടത്. ബ്രഹ്മ മഹർഷിയാകുവാനായി അദ്ദേഹം കഠിന തപസ് അനുഷ്ഠിച്ചു. വർഷങ്ങൾ കടന്നുപോയി. 1000 വർഷം കഴിഞ്ഞപ്പോൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ സമീപം വന്നു പറഞ്ഞു: കൗശിക, അങ്ങയുടെ ഉഗ്രതപസിലും ഏകാന്തതയിലും സ്വർഗസ്ഥർ സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങ് അസാധ്യമായത് നേടിയിരിക്കുന്നു. മേലാൽ അങ്ങ് രാജഋഷി കൗശികൻ എന്നറിയപ്പെടും. വരം നൽകിയ ശേഷം ബ്രഹ്മാവ് സത്യലോകത്തിലേക്ക് മടങ്ങി. എന്നാൽ കൗശികൻ തൃപ്തനായില്ല. എന്നല്ല, അദ്ദേഹം ദുഃഖിതനാകുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ദുഃഖവും ആശാഭംഗവും അതികഠിനമായി. ലോകം മുഴുവനും ആഗ്രഹിച്ച അദ്ദേഹത്തിന് ഒരു പിടി മണലാണ് ലഭിച്ചത്. അദ്ദേഹം ആത്മഗതം ചെയ്തു. ഇത്ര കാലത്തെ തപസ്സുകൊണ്ട് ഒരു രാജകൃഷിയാകാനാണോ എനിക്ക് കഴിഞ്ഞുള്ളൂ? ഞാൻ വേണ്ടത്ര ചെയ്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇനിയും ശ്രമിക്കും. സൂര്യവംശത്തിലെ ത്രിശങ്കു എന്നൊരു രാജമുണ്ടായിരുന്നു. ആ വംശത്തിലെ മറ്റെല്ലാ രാജാക്കന്മാരെയും പോലെ തന്നെ ഇദ്ദേഹം ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിചിത്രമായൊരു മോഹം കടന്നുകൂടി. ഉടലോടെ സ്വർഗത്തിലെത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം കുലഗുരുവായ വസിഷ്ഠൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ ഈ മോഹം സാധ്യമാക്കുവാനായി ഒരു യാഗം നടത്തി തരാമോ എന്നാവശ്യപ്പെട്ടു. അദ്ദേഹം നിരസിച്ചുകൊണ്ട് വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു: ഇത് സ്വാഭാവികമല്ലാത്ത ഒരു ആഗ്രഹമാണ്. അങ്ങയുടെ ഉടലോടെ സ്വർഗത്തിലെത്തിക്കുവാൻ സഹായിക്കുവാൻ എന്നെ കൊണ്ടാവില്ല. ത്രിശങ്കുവിന് വേദനാജനാകാമ വിധം നിരാശനായി. അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് തെക്കോട്ട് നടന്നു. അവിടെ വെച്ച് അദ്ദേഹം വസിഷ്ഠപുത്രന്മാരെ കണ്ടെത്തി. തന്നെ സഹായിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അവർ 100 പേരും വളരെ കാലത്തെ തപസ്സുകൊണ്ട് ഉത്കൃഷ്ടമായി തീർന്നിരിക്കുന്നു. ത്രിശങ്കു അവരെ വന്ദിച്ചുകൊണ്ട് വണക്കത്തോടുകൂടി പറഞ്ഞു: ഞാൻ സർവാത്മന നിങ്ങളോട് ശരണം പ്രാപിക്കുന്നു. നിങ്ങളുടെ പിതാവിൻ്റെ ഗുരുവാണ്. ഉടലോടെ സ്വർഗത്തിലെത്തുവാൻ പ്രാപ്തമാകുന്ന ഒരു യാഗം നടത്തിത്തരാമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. മഹാനായ വസിഷ്ഠൻ എൻ്റെ അപേക്ഷ നിരസിച്ചിരിക്കുകയാണ്. വേറെ ആരെങ്കിലും അന്വേഷിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഗുരുപുത്രന്മാരായ നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ഞാൻ സഹായത്തിനായി നിങ്ങളോട് സമീപിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് താണു വീണ് അപേക്ഷിക്കുന്നു. എത്രയോ കാലമായി നിങ്ങളുടെ പൂർവികന്മാരാണ് ഇക്വാഷു വംശത്തിൽ കുലഗുരുക്കന്മാർ എന്ന് സർവ്വവിദിഗ്ധന്മാരാണ്. നിങ്ങളെനിക്ക് ഈശ്വര തുല്യന്മാരാണ്. എൻ്റെ പ്രാർത്ഥന അനുവദിക്കണം. വസിഷ്ഠപുത്രന്മാർ രാജാവിനോട് കോപിച്ചു. അവർ പറഞ്ഞു: അങ്ങൊരു മണ്ട ശിരോമണിയാണ്, പാപിയുമാണ്. എല്ലാ ധർമ്മങ്ങൾക്കും വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിതാവ് യാഗം നടത്തുവാൻ നിരസിച്ചിരിക്കവേ
അത് അപേക്ഷയുമായി ഞങ്ങളുടെ മുമ്പിൽ വരുവാൻ അങ്ങക്ക് എങ്ങനെ ധൈര്യപ്പെട്ടു? അങ്ങയുടെ ആഗ്രഹം ബാലിശം തന്നെ. നഗരത്തിൽ മടങ്ങിച്ചെന്ന് രാജ്യഭാരം തുടരും. അങ്ങയുടെ കാര്യത്തിൽ പ്രവേശിച്ച് ഞങ്ങളുടെ പിതാവിനെ അനാദരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. അവരുടെ മറുപടി കേട്ട് രാജാവ് അത്യന്തം ദുഃഖിതനായി. അദ്ദേഹം പറഞ്ഞു, എന്നെ സഹായിക്കുവാൻ എൻ്റെ ഗുരുവും അതേപോലെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും വിസമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആഗ്രഹ നിവൃത്തിക്കായി മറ്റൊരു ഗുരുവിനെ ഞാൻ അന്വേഷിച്ചു പോവുക തന്നെ. വസിഷ്ഠപുത്രന്മാർ ക്രുദ്ധരായി. ഞങ്ങളോടും തങ്ങളുടെ പിതാവിനോടുമുള്ള ഈ അപമാനത്തെ അവർക്ക് പൊറുക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹത്തെ ശപിച്ചുകൊണ്ട് അവർ ഇപ്രകാരം പറഞ്ഞു, അങ്ങ് ഈ നിമിഷം മുതൽ ഒരു ചണ്ടനാളനായി തീരും. അദ്ദേഹത്തെ ശപിച്ച ശേഷം അവർ സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. ദുഃഖത്തോടും നിരാശയോടും കൂടി രാജാവ് തൻ്റെ നഗരത്തിലേക്ക് മടങ്ങി. രാത്രി കഴിഞ്ഞപ്പോൾ താനൊരു ചണ്ടനാളനായി തീർന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ ശരീരം കറുപ്പ് നിറമായി തീർന്നു. വസ്ത്രം മോഷിച്ചിരുന്നു. കഴുത്തിൽ കാട്ടുപുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു മാലയും ഉണ്ടായിരുന്നു. ദേഹത്തിലുള്ള ആഭരണങ്ങളെല്ലാം ഇരുമ്പ് കൊണ്ടുള്ളവയായിരുന്നു. അദ്ദേഹം നഗരത്തിൽ കിടന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി. അവർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം താൻ ആരാണെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിമാർക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ അദ്ദേഹത്തെ നഗരത്തിൽ നിന്നാട്ടിപ്പായിച്ചു. ത്രിശങ്കു ഗാഢമായി ചിന്തിച്ചു. തീർച്ചയായും തന്നെ സഹായിക്കുവാൻ കെൽപ്പുള്ള ഒരു ഋഷി ഉണ്ടാകുമെന്നും അദ്ദേഹം തീരുമാനിച്ചു. കൗശികൻ. അദ്ദേഹത്തിൻ്റെ ഉഗ്രതപസ്സിനെ പറ്റിയും തപസ് ചെയ്ത് രാജഹർഷിയായി തീർന്നതിനെ പറ്റിയും ത്രിശങ്കു വളരെയേറെ കേട്ടിട്ടുണ്ടായിരുന്നു. ത്രിശങ്കു കൗശികന്റെ അടുത്തേക്ക് നടന്നു. തപസ്സിൽ മുഴുകിയിരുന്ന കൗശികനെ അദ്ദേഹം കണ്ടു. അദ്ദേഹം കൗശികന്റെ അടുത്ത് ചെന്ന് നിന്നു. ആരോ അടുത്ത് നിൽക്കുന്നുണ്ടെന്നറിഞ്ഞ് കൗശികൻ കണ്ണു തുറന്നു. അടുത്തായി നിൽക്കുന്ന വിരൂപനും കറുത്തിരുണ്ടവനുമായ ചണ്ടാളന്റെ നേരെ അദ്ദേഹം നോക്കി. അയാളുടെ കണ്ണും മുഖവും ദുഃഖത്തിൻ്റെ പ്രതീകമായിരുന്നു. അയാൾ വളരെ ദുഃഖിതനാണെന്ന് കൗശികന് തോന്നി. അയാളെ അരികിലേക്ക് വിളിച്ച് അദ്ദേഹം ചോദിച്ചു, അയോധ്യ രാജാവായ ത്രിശങ്കുവാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് സ്വാത്വികനായ ഒരു രാജാവും വലിയൊരു യോദ്ധാവുമാണ്. അങ്ങക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അങ്ങയുടെ ഈ ചണ്ടാള രൂപം ഒരു ശാപം മൂലമാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങയെ സഹായിക്കുവാനായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറയൂ. കൗശികന്റെ സ്നേഹസമ്മിശ്രമായ വാക്കുകൾ കേട്ട് രാജാവ് കൃതജ്ഞത കൊണ്ട് വികാരധീരനായി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരുവായ വസിഷ്ഠനും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും എൻ്റെ ആഗ്രഹം നിവർത്തിച്ചു തരുവാൻ കൂട്ടാക്കുന്നില്ല. എന്നെ ഉടലോടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടത് ചെയ്യാമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. എൻ്റെ ആഗ്രഹം അവർ സാധിച്ചു തന്നില്ല. ഞാൻ 100 യജ്ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ അത് പോരാ എന്ന് വ്യക്തമായി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അസത്യം പറഞ്ഞിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. പ്രജാപരിപാലനം അതീവ ശ്രദ്ധയോടെ ഞാൻ നടത്തിയിട്ടുണ്ട്. ക്ഷത്രിയാചാരങ്ങൾക്കാണ് പോലും ഞാൻ തെറ്റിയിട്ടില്ല. ഗുരുക്കന്മാരെ ഞാൻ എപ്പോഴും പ്രീണിപ്പിച്ചിട്ടുണ്ട്. ധർമ്മത്തിൽ മാത്രമേ എൻ്റെ ചിന്ത പോയിട്ടുള്ളൂ. ഒരു ചെറിയ മോഹം മൂലം സാധിച്ചു തരാതെ ഇവയെല്ലാം കേവലം വ്യർത്ഥം തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യപ്രയത്നം വ്യർത്ഥമാണെന്നും വിധിയാണ് എല്ലാത്തിനും കാരണഭൂതനെന്നും എനിക്ക് ബോധ്യമായിരിക്കുന്നു. എല്ലാം നിയന്ത്രിക്കുന്നത് വിധിയാണെന്നും വിധിയെ ആശ്രയിക്കുക മാത്രമാണ് ശക്തിയെന്നും ഞാൻ പറയുന്നു. എൻ്റെ ഹൃദയാപകർഷം സാധിച്ചു തരുവാൻ എന്നെ സഹായിക്കാമോ എന്ന് അങ്ങയോട് ചോദിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കിനി മറ്റാരുടെയും അടുത്ത് പോകാനില്ല. അങ്ങ് എന്നെ സഹായിക്കണം. മനുഷ്യപ്രയത്നം കൊണ്ട് വിധിയെ പോലും തടുക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ അങ്ങേക്ക് കഴിയും. നിർഭാഗ്യവാനായ രാജാവിൻ്റെ പേരിൽ കൗശികന് അളവറ്റ ദയവുണ്ടായി. മിതവും ഹിതവുമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹേ രാജാവേ, അങ്ങയ്ക്ക് സ്വാഗതം. അങ്ങയ്ക്ക് ഈ ആശ്രമത്തിൽ എന്നോടൊപ്പം വസിക്കാം. അങ്ങ് എത്ര ധർമ്മിഷ്ഠനായ ഒരു രാജാവാണ് എന്ന് ലോകർക്കറിയാം. ഞാൻ അങ്ങയെ സഹായിക്കുവാൻ തീർച്ചപ്പെടുത്തി. ഒട്ടും ഭയം വേണ്ട. ഞാൻ എല്ലാ ഋഷിമാരെയും വരുത്തി യജ്ഞം നടത്തി തരാം. ഈ രൂപത്തിൽ തന്നെ, ഈ ചണ്ടാള രൂപത്തിനൊരു ഭേദവും വരുത്തി തരുകയെ തന്നെ ഞാൻ അങ്ങയെ സ്വർഗത്തിൽ എത്തിക്കുന്നുണ്ട്. ആശ്രയിച്ചു വന്ന അങ്ങയെ വെറും കൈയോടെ അയക്കുവാൻ കൗശികൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങ് ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്യും. യജ്ഞത്തിന് ആവശ്യമായതെല്ലാം സജ്ജമാക്കുവാൻ കൗശികൻ തൻ്റെ പുത്രന്മാരോട് നിർദ്ദേശിച്ചു. തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി അദ്ദേഹം പറഞ്ഞു, എല്ലാ ശിഷ്യന്മാരെയും ഞാൻ ക്ഷണിക്കുമെന്ന് പോയി പറയും. ആശ്രമവാസികളെയും കൂട്ടിക്കൊണ്ടുവരും. ശിഷ്യന്മാർ ഋഷിമാരെ കൂട്ടിക്കൊണ്ടുവരുവാനായി 4 ദിക്കിലേക്കും പുറപ്പെട്ടു. വസിഷ്ഠനും പുത്രന്മാരും ഒഴിച്ച് മറ്റെല്ലാ ശിഷ്യന്മാരും വന്നു ചേർന്നു. വസിഷ്ഠപുത്രന്മാർ പറഞ്ഞു, ഇത് നല്ല നേരം പോക്ക് തന്നെ. ഒരു ചണ്ടാളിന് വേണ്ടി ഒരു ക്ഷത്രിയൻ ചെയ്യുന്ന ഈ യജ്ഞം നല്ലൊരു കാഴ്ച തന്നെയാവും. അതിൽ ഭാഗമാകുന്നവർ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഞങ്ങളുടെ സംശയം. ബ്രാഹ്മണനല്ലാത്ത ഒരുവനിൽ നിന്ന് ദേവന്മാർ എങ്ങനെ ഹവിവിഭാഗം സ്വീകരിക്കുമെന്ന് കാണാമല്ലോ. ചണ്ടാളൻ തൊട്ട് ശുദ്ധിയാക്കിയ അന്നം ഒരു ബ്രാഹ്മണനല്ലാതെ കൗശികൻ വിളമ്പിക്കൊടുക്കുന്ന അന്നം അവർക്ക് ഭക്ഷിക്കേണ്ടി വരും. ഈ വാക്കുകൾ കേട്ട് കൗശികൻ കോപാക്രാന്തനായി. അവർ നിഷാദന്മാരെ പോകട്ടെ എന്ന് അദ്ദേഹം ശപിക്കുകയും ചെയ്തു. അതിനുശേഷം തൻ്റെ അപേക്ഷപ്രകാരം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഋഷിമാരെ നോക്കി കൗശികൻ പറഞ്ഞു, ഇക്ഷ്വാകു വംശജനായ ത്രിശങ്കു രാജാവാണ് ഇദ്ദേഹം. അദ്ദേഹം ഒരു അപേക്ഷയുമായി എൻ്റെ അരികിൽ വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഉടലോടെ സ്വർഗം പ്രാപിക്കണം. ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കാമെന്ന് ഏറ്റുകഴിഞ്ഞു.
എത്രയും നല്ലവരായ ഒരു രാജാവിനെ സഹായിക്കുക എന്നുള്ളത് ഈ ഉദ്യമത്തിൽ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഋഷിമാർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു. കൗശികൻ ക്ഷിപ്രകോപിയാണ്. അദ്ദേഹത്തിൻ്റെ കോപം ആപത്താണ്. അദ്ദേഹത്തെ സഹായിച്ചില്ല എങ്കിൽ തീർച്ചയായും അദ്ദേഹം കോപിക്കും. അദ്ദേഹത്തിൻ്റെ കോപം നമ്മുടെ നേരെ തിരിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഊഹിക്കാൻ തന്നെ പ്രയാസമാണ്. യജ്ഞം നടത്തുവാൻ അദ്ദേഹത്തെ സഹായിക്കുകയാണ് ഭേദം. കൗശികൻ യാചനായി. അദ്ദേഹം ആവശ്യപ്പെട്ടത് ചെയ്യുവാൻ ഋഷിമാർ തയ്യാറായി. യജ്ഞം വഴി പോലെ പുരോഗമിച്ചു. ഹവിസ് ഹോമി കണ്ട അവസാന ഘട്ടമായി. ഹവിർഭാഗം സ്വീകരിക്കുവാൻ ദേവന്മാരെ ഓരോരുത്തരായി കൗശികൻ ആഹ്വാനം ചെയ്തു. എന്നാൽ അവരിൽ ആരും തന്നെ വന്നില്ല. യജ്ഞത്തിലുള്ള അവരുടെ പ്രതിഷേധം വ്യക്തമാക്കപ്പെട്ടു. ഈ അവമാനത്തിൽ കൗശികൻ ലോഷാകുലനായി. രോക്ഷത്തിൽ കണ്ണുകൾ ജ്വലിച്ചുകൊണ്ടും ദേഹം വിറച്ചുകൊണ്ടും അദ്ദേഹം സ്രവം പൊക്കിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ തപശക്തി കാണുകയും ഈ രാജാവിനെ ഞാൻ ഉടലോടെ സ്വർഗത്തിലെത്തിക്കും. ത്രിശങ്കു, ഞാനിതാ കൽപ്പിക്കുന്നു, ആകാശത്തിലേക്ക് ഉയരൂ, അങ്ങ് ഉടലോടെ സ്വർഗത്തിലെത്തൂ. ഞാൻ എന്തെങ്കിലും തപസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം മുഴുവൻ ഞാനിതാ ദാനം ചെയ്യുന്നു. അങ്ങയെ സ്വർഗത്തിലെത്തിക്കുവാനായിട്ട് ഹേ രാജാവേ ഉയരൂ, സ്വർഗത്തിലേക്കെത്തൂ. എല്ലാവരും ശ്വാസമടക്കി നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ത്രിശങ്കു ഭൂമിയിൽ നിന്ന് ഉയരുവാൻ തുടങ്ങി. അദ്ദേഹം തൊഴുതുകൊണ്ട് ഋഷിയെ വന്ദിച്ചു. അദ്ദേഹം ആകാശത്തിലേക്ക് ഉയർന്ന് ഏവരും നോക്കി നിൽക്കെ മേഘങ്ങൾക്കിടയിൽ മറയുകയും ചെയ്തു. അനുവാദം കൂടാതെ ഒരുവൻ കടന്നു ചെന്നെന്ന് ഇന്ദ്രൻ ഇഷ്ടമായില്ല. അദ്ദേഹം പറഞ്ഞു, ത്രിശങ്കു, ഭൂമിയിലേക്ക് മടങ്ങൂ. ഗുരുശാപമേറ്റ അങ്ങ് സ്വർഗത്തിൽ വസിക്കുവാൻ യോഗ്യനല്ല. അങ്ങയെ ഞങ്ങളിൽ ഒരാളായി പരിഗണിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. ത്രിശങ്കു നിർദ്ദയം താഴോട്ട് തള്ളപ്പെട്ടു. അദ്ദേഹം താഴേക്ക് പഠിച്ചു തുടങ്ങി. മഹാനായ കൗശികനെ ഉറക്കി വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രഭു, ഇവരെന്നെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. ഞാൻ താഴേക്ക് വീഴുകയാണ്. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. കൗശികൻ അത്യന്തം കുപിതനും അതേസമയം ദുഃഖിതനുമായി തീർന്നു. ദേവന്മാരുടെ ക്രൂരതയും സ്വാർത്ഥരൂപതയും അദ്ദേഹത്തിന് കണ്ടു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങ് എവിടെയാണോ അവിടെ നിൽക്കുക. ത്രിശങ്കുവിൻ്റെ പതനം പകുതിയിൽ വെച്ച് നിർത്തപ്പെട്ടു. ആ സമയത്ത് കൗശികൻ മറ്റൊരു ബ്രഹ്മാവെന്ന മട്ടിൽ ത്രിശങ്കുവിന് വേണ്ടി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് മറ്റൊരു സ്വർഗം സൃഷ്ടിക്കുവാൻ തുടങ്ങി. ദക്ഷിണാഭിമുഖമായി സപ്ത ഋഷികളെയും മറ്റു നക്ഷത്രങ്ങളെയും അദ്ദേഹം സൃഷ്ടിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴുള്ള ഇന്ദ്രനെ ഗ്രസിക്കാത്തവണ്ണം മറ്റൊരു ഇന്ദ്രനെ ഞാൻ സൃഷ്ടിക്കുവാൻ പോകുന്നു. അദ്ദേഹം അപ്രകാരം ചെയ്യുവാൻ തുടങ്ങി. സ്വർഗത്തിൽ വലിയ കോലാഹലമായി. ദേവന്മാരും ഋഷികളും കൗശികന്റെ മുന്നിൽ വന്നു നിന്ന് വിനായകരായി പറഞ്ഞു, കൗശിക, ദയവായി ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കും. ഗുരുശാപമേറ്റവനെ സ്വർഗത്തിലെത്തുവാൻ കഴിയില്ലെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അങ്ങയുടെ മഹത്വത്തെ കളങ്കപ്പെടുത്തുവാൻ ഞങ്ങൾ തീരെ ഉദ്ദേശിക്കുന്നില്ല. അവർ പറഞ്ഞത് കേട്ട് കൗശികൻ പറഞ്ഞു, നിങ്ങൾക്ക് അദ്ദേഹത്തോട് അസൂയയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഞാൻ അനുവദിക്കില്ല. അദ്ദേഹം ധർമ്മിഷ്ഠനായ ഒരു രാജാവാണ്. അദ്ദേഹം ശിക്ഷ അർഹിക്കുന്നില്ല. ദേവന്മാർ പറഞ്ഞു, അങ്ങ് പറയുന്നത് എന്തും ഞങ്ങൾ സമ്മതിക്കാം. കൗശികൻ പറഞ്ഞു, ത്രിശങ്കുവിനോടുള്ള എൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കില്ല. അദ്ദേഹത്തിനായി ഞാൻ നിർമ്മിച്ച സ്വർഗം ശാശ്വതമാകും. സപ്ത ഋഷികളും എന്നാൽ സൃഷ്ടിക്കപ്പെട്ട നക്ഷത്രമണ്ഡലവുമെല്ലാം ശാശ്വതമാകും. ഇന്ദ്രന്മാർ വന്നും പോയി മരിക്കും. എന്നാൽ ത്രിശങ്കുവിനായി ഞാൻ സൃഷ്ടിച്ച സ്വർഗവും ത്രിശങ്കു ലോകവും ശാശ്വതമാകും. അങ്ങനെയാവട്ടെ. ഇന്ദ്രനും ദേവന്മാരും വിനയപൂർവ്വം പറഞ്ഞു, അങ്ങ് സ്വന്തം തപശക്തി കൊണ്ട് സൃഷ്ടിച്ച് ഈ നക്ഷത്രലോകവും ദേവന്മാരും അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എന്നെന്നും നിലനിൽക്കും. ത്രിശങ്കു മറ്റൊരു ഇന്ദ്രനെ പോലെ തനിക്ക് വേണ്ടി സൃഷ്ടിച്ച സ്വർഗത്തെ ഭരിക്കും. എല്ലാ നക്ഷത്രങ്ങളും അദ്ദേഹത്തിനു വേണ്ടി സ്വന്തം സഞ്ചാരപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ യശസ്സും നാമവും എന്നെന്നും നിലനിൽക്കും. അവരവരുടെ വാക്ക് കേട്ട് കൗശികൻ സന്തുഷ്ടനായി. ത്രിശങ്കുവും സന്തോഷിച്ചു. ഋഷിമാർ അവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. കൗശികൻ ഏകനെ. അദ്ദേഹത്തിൻ്റെ തപോദാനം ശൂന്യമായി തീർന്നു. ഒരു രാജാവിൻ്റെ കഷ്ടാവസ്ഥ കണ്ടു നിൽക്കാനാവാതെ കൗശികൻ തൻ്റെ തപശക്തി മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി ഉപേക്ഷിച്ചു. കൗശികൻ ഇങ്ങനെ ആത്മത്യാഗം ചെയ്തു. തെക്ക് ദിക്കിൽ ഞാൻ ചെയ്ത തപസ്സിന് തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നു. എൻ്റെ തപശക്തി മുഴുവൻ ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി പത്നിമഭാവത്ത് പോയി വീണ്ടും തപസ് തുടങ്ങും. ആരും കാണാതെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം ഞാൻ തിരഞ്ഞെടുക്കാം. നിർബധാം തപസ്സനുഷ്ഠിക്കുവാൻ ഏതെങ്കിലും തടാക തീരത്ത് ഞാൻ എൻ്റെ ആശ്രമം പണിയും. പുഷ്കര ക്ഷേത്രം എന്ന സ്ഥലത്ത് ഒരു തടാകത്തിൻ്റെ തീരത്തായി കൗശികൻ വീണ്ടും തപസ് തുടങ്ങി. ത്രിശങ്കുവിന് ഹരിചന്ദ്രൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുത്രനുണ്ടായില്ല. അദ്ദേഹം സന്താന ലാഭത്തിനായി സമുദ്രാധിപതിനായ വരുണനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു പുത്രനുണ്ടായാൽ മാത്രം മതി. എനിക്ക് പുത്രനുണ്ടാവുകയാണെങ്കിൽ ഞാൻ ആ പുത്രനെ യജ്ഞപശുവാക്കി ഒരു യാഗം ചെയ്യുകയും അവനെ അങ്ങയ്ക്ക് നൽകുകയും ചെയ്യാം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാജാവിനൊരു പുത്രനുണ്ടായി. പുത്രന് രോഹിതൻ എന്ന് പേരിട്ടു. വരുണൻ വന്ന് വാക്കുപാലിക്കുവാൻ രാജാവിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് വാക്കുപാലിക്കണം. ഈ കുഞ്ഞിനെ യജ്ഞപശുവാക്കി യാഗം ചെയ്യാമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തതാണ്. രാജാവ് പറഞ്ഞു, നവജാത ശിശുവിന് നൈർമല്യം പോരാ. 10 ദിവസം കഴിഞ്ഞ് ശുദ്ധി വരും. അത് കഴിഞ്ഞ് ഞാൻ അവനെ അങ്ങേക്ക് തരാം. 10 ദിവസം കഴിഞ്ഞപ്പോൾ വരുണൻ കുഞ്ഞിനെ അവകാശപ്പെട്ടു കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞു,
യജ്ഞപശുവിന് പുല്ല് മുളയ്ക്കണം, അതിനാൽ പല്ല് മുളയ്ക്കും വരെ കാക്കുക. വരുണൻ വീണ്ടും വന്നു. കാര്യം നീട്ടിക്കൊണ്ടു പോകുവാനായി അണപ്പല്ല് പറഞ്ഞു പോകട്ടെ എന്ന് രാജാവ് പറഞ്ഞു. അതിനുശേഷം അത് മുളച്ചു വരട്ടെ എന്നായി. അങ്ങനെ കാര്യം നീണ്ടുപോയി. പുത്രാസക്തി നിമിത്തം രാജാവ് ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ പുത്രൻ പടച്ചട്ട അണിയട്ടെ, പടച്ചട്ട അണിയുമ്പോഴേ ഒരു ക്ഷത്രിയൻ പരിശുദ്ധനാവും. ഇതിനിടയിൽ രോഹിതൻ വാസ്തവ സ്ഥിതി അറിഞ്ഞു. ആപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വില്ലും അമ്പും എടുത്ത് കാട്ടിലേക്ക് ഓടിപ്പോകുവാൻ ആഗ്രഹിച്ചു. ഒരു ശിക്ഷ എന്ന നിലയിൽ രാജാവിനെ മഹോദയമെന്ന വ്യാധി ബാധിക്കട്ടെ എന്ന് വരുണൻ കൽപ്പിച്ചു. ആ വിവരം അറിഞ്ഞപ്പോൾ രാജകുമാരൻ രോഹിതൻ പിതാവിനെ രക്ഷിക്കുവാൻ ഗൃഹത്തിലേക്ക് മടങ്ങുവാനൊരുങ്ങി. ഇന്ദ്രൻ അദ്ദേഹത്തെ തടഞ്ഞു. പുണ്യനദികളും തീർത്ഥാടനവും ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. 1 വർഷം കടന്നുപോയി. വീണ്ടും അത് ആവർത്തിച്ചു. ഇങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ സ്വരാജ്യത്തേക്ക് മടങ്ങിച്ചെന്ന് പിതാവിനെ കാണുവാൻ രാജകുമാരൻ തീരുമാനിച്ചു. പോകും വഴി അജികർത്തൻ എന്ന പേരായ ഒരു ബ്രാഹ്മണനെ രോഹിതൻ കണ്ടുമുട്ടി. അദ്ദേഹം ഭാര്യയോടും 3 പുത്രന്മാരോടും കൂടി യാത്ര ചെയ്യുകയായിരുന്നു. മറ്റാരെങ്കിലും ബലി കൊടുത്താൽ തനിക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്, അച്ഛൻ്റെ രോഗം മാറിക്കിട്ടുമെന്ന് രാജകുമാരൻ വിചാരിച്ചു. അദ്ദേഹം ബ്രാഹ്മണനെ വന്ദിച്ചു. അതിനുശേഷം പറഞ്ഞു, പ്രഭു, ഞാൻ അങ്ങേക്ക് 1,00,000 പശുക്കളെ തരാം. അതിന് പ്രതിഫലമായി അങ്ങയുടെ പുത്രന്മാരിൽ ഒരുവിനെ എനിക്ക് തരാമോ? ബ്രാഹ്മണൻ കൂടുതൽ വിവരങ്ങൾ തിരക്കി. തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ദുർഘടാവസ്ഥിതിയെപ്പറ്റി രാജകുമാരന്മാർ അദ്ദേഹത്തിനോട് പറഞ്ഞു. അജകർത്തം പറഞ്ഞു, എൻ്റെ മൂത്ത പുത്രൻ എന്നെ വിട്ടുപിരിയില്ല. അവൻ എനിക്ക് ഏറ്റവും പ്രിയനാണ്. അവനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ തന്നെ വയ്യ. ബ്രാഹ്മണ പത്നി പറഞ്ഞു. ഭാർഗവനായ എൻ്റെ ഭർത്താവ് പറഞ്ഞു, മൂത്ത പുത്രൻ തനിക്ക് ഏറ്റവും പ്രിയനാണെന്നും അവനെ കൂടാതെ ജീവിക്കാൻ വയ്യെന്നും, അതുപോലെ ഈ ഇളയപുത്രൻ എനിക്ക് പ്രിയനാണെന്നും അവനെ കൂടാതെ എനിക്കും ജീവിക്കാനാവില്ലെന്നും ഞാൻ പറയുന്നു. മൂത്തപുത്രൻ അച്ഛൻ്റേതും ഇളയപുത്രൻ അമ്മയുടേതുമെന്ന് ലോകത്തിൽ പരക്കെ പറയാറ്. 2ാമത്തെ പുത്രൻ്റെ പേര് ശൂനസ്ലേഹൻ എന്നായിരുന്നു. അയാൾ ദുഃഖത്തോട് സൗമ്യമായി പറഞ്ഞു, ഹേ രാജകുമാരൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. എൻ്റെ അച്ഛൻ എൻ്റെ ജ്യേഷ്ഠനെ സ്നേഹിക്കുന്നു. എൻ്റെ അമ്മയാവട്ടെ എൻ്റെ അനുജനെയും. 1,00,000 പശുക്കൾക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ എന്നെ വിൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങയോടൊപ്പം വരാം. രാജകുമാരൻ ബ്രാഹ്മണൻ പറഞ്ഞ കണക്കിന് പശുക്കളെ കൊടുത്തു. തനിക്ക് പകരം ബലി കൊടുക്കുവാൻ ആളായല്ലോ എന്നോർത്ത് സമാധാനിക്കുകയും ചെയ്തു. രോഹിതനും സൂനസേവനും പുഷ്പകരൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നേരം നട്ടുച്ചയായി. അവിടെ തപസിൽ മുഴുകിയ കൗശികനെ ആ ബ്രാഹ്മണകുമാരൻ കണ്ടു. അയാൾക്ക് വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. അയാൾ അതീവ ദുഃഖിതനുമായിരുന്നു. അച്ഛനമ്മമാർക്ക് ആവശ്യമില്ലാത്ത പുത്രനാണ് താനെന്ന ചിന്ത അയാളെ തളർത്തി. അല്ലെങ്കിൽ അവർ 1,00,000 പശുവിന് വേണ്ടി തന്നെ വിൽക്കുമോ? തന്നെ കൊല്ലുവാൻ പോവുകയാണെന്നും അവർ അറിഞ്ഞിരുന്നു. എന്നിട്ടും അവർ തന്നെ വിറ്റുകളഞ്ഞല്ലോ. ഭാർഗവ വംശത്തോട് അകന്ന ബന്ധമുള്ള ആളാണ് ഈ കൗശികനെന്ന് ബാലൻ അറിയാമായിരുന്നു. ഒരവകാശം പറഞ്ഞ് കൗശികൻ്റെ അടുത്ത് ചെല്ലാമെന്ന് അവന് തോന്നി. മുൻപിൽ ആലോചിക്കാതെ അവൻ കൗശികൻ്റെ അടുത്തിലേക്ക് ഓടി. അദ്ദേഹത്തിൻ്റെ മടിയിൽ വീണു. അവൻ വിങ്ങി വിങ്ങി കരയുവാൻ തുടങ്ങി. സമാധിയിൽ നിന്ന് ഉണർത്തപ്പെട്ട കൗശികൻ ആ സാഹസികൻ്റെ നേരെ നോക്കി. അവൻ ഏറ്റവും ദുഃഖത്തിനാണെന്ന് തോന്നി. ഹൃദയം പൊട്ടുമാർ കരയുന്നുണ്ടായിരുന്നു ആ ബാലൻ. ബാലൻ പറഞ്ഞു, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കൾ ആരുമില്ല. അങ്ങ് മാത്രമാണ് എൻ്റെ ഏക ആശ്രയം. അങ്ങ് എൻ്റെ ജീവൻ രക്ഷിക്കണം. അങ്ങ് വളരെ ശ്രേഷ്ഠനാണ്, ശക്തനാണ്, ദീനകമ്പനുമാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങ് അന്യൻ്റെ ദുഃഖം കാണാതെ തീരെ ശരിയല്ല. അങ്ങയുടെ സഹായം അഭ്യർത്ഥിച്ചു വന്നിരിക്കുകയാണെങ്കിൽ. ബാലൻ്റെ മനോവ്യത എന്താണെന്നറിയുവാൻ കൗശൻ ആഗ്രഹിച്ചു. അയാൾ സ്വന്തം കഥ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. കൗശികൻ്റെ ഹൃദയം ഈ ബാലനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു തുടങ്ങി. ശൂനസ്ലേഹൻ പറഞ്ഞു, പ്രഭു, എൻ്റെ അച്ഛൻ എന്നെ ഒരു യജ്ഞപശുവായി വിക്രം ചെയ്തിരിക്കുകയുണ്ട്. ആ യജ്ഞത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം എൻ്റെ ജീവൻ നഷ്ടപ്പെടുവാനും എനിക്കിഷ്ടമല്ല. രണ്ടും ഒരേപോലെ സാധ്യമാക്കപ്പെടുവാൻ അങ്ങേക്ക് മാത്രമേ കഴിവുള്ളൂ. എനിക്ക് ദീർഘകാലം ജീവിക്കണം, തപസ്സനുഷ്ഠിക്കണം, അതിനുശേഷം സ്വർഗം പ്രാപിക്കുകയും വേണം. എന്നെപ്പോലുള്ള നിർഭാഗ്യവാന്മാർക്ക് അങ്ങ് മാത്രമാണ് രക്ഷിതാവ്. മാതാപിതാക്കളില്ലാതെ എനിക്ക് അങ്ങ് ഒരച്ഛനാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബാലനെ കൗശികൻ ആശ്വാസവചനങ്ങളാലും വാഗ്ദാനങ്ങളാലും സമ്മതിപ്പിച്ചു. അദ്ദേഹം സ്വന്തം പുത്രന്മാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മാതാപിതാക്കൾ പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കുന്നത് അവർ തങ്ങളുടെ സ്വർഗത്തിലേക്ക് വഴികാട്ടുവാനും പരലോകത്ത് ഒരു സ്ഥാനം ഉറപ്പിക്കുവാനും ഉതകുമെന്ന് ഒട്ടിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ജന്മോദ്ദേശം സഫലീകരിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കാൻ അർത്ഥിച്ചു വന്നുകൊണ്ട് ഈ ബാലൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. നിങ്ങളെല്ലാം വേദവിത്തുകളാണ്, തപോധനവും വേണ്ടത്ര ആർജിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുക. നിങ്ങളിൽ ഒരാൾ ഹരിചന്ദ്ര രാജാവിൻ്റെ യാഗത്തിൽ യജ്ഞപശുവാകണം. അങ്ങനെ എനിക്ക് ഈ ബാലനെ രക്ഷിക്കാം. യജ്ഞം വിജയപ്രദമായി കലാശിക്കുകയും ചെയ്യും. നിങ്ങളെന്ത് ചെയ്യാം? മധുചന്ദസ് തുടങ്ങിയ പുത്രന്മാർ അതൊരു വലിയ നേരം പോക്കായി തോന്നി. അച്ഛൻ്റെ നേരെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അച്ഛ, സ്വന്തം പുത്രന്മാരെ ഉപേക്ഷിച്ച് വാവിട്ട് കരയുന്ന ഒരു കുഞ്ഞിനു വേണ്ടി എങ്ങനെയാണ് അങ്ങേക്ക് മനസ്സിലിഞ്ഞത്? ശ്വാനമാസം ഭുജിക്കുന്നതും അങ്ങയുടെ നിർദ്ദേശം അനുസരിക്കുന്നതും രണ്ടും ഒരേപോലെ അസഭ്യമാണ്. കൗശികൻ്റെ കോപം പൊട്ടിപ്പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വാക്കും സ്വഭാവവും നമ്മുടെ കുലത്തിന് ചേർന്നതല്ല. എൻ്റെ പുത്രന്മാരാവാൻ നിങ്ങൾ യോഗ്യരുമല്ല. പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കാത്തവൻ ബഹുമാനതീർന്നല്ല.
വസിഷ്ഠപുത്രന്മാരെ പോലെ നിങ്ങളും ചണ്ടാളന്മാരായിത്തീരും. 1000 വർഷം ശ്വാനമാസം ഭുജിച്ചുകൊണ്ട് സഞ്ചരിക്കും. എങ്ങനെയെങ്കിലും ശുനശ്രേവനെ ജീവൻ രക്ഷിച്ചു കൊള്ളാമെന്ന് കൗശികൻ വാഗ്ദാനം ചെയ്തു. ദീർഘനേരം ആലോചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, നീ രോഹിതനോടൊപ്പം പോവുക. യജ്ഞപശുവായി നിന്നെ യൂപത്തിൽ കെട്ടിയിടുവാൻ സമ്മതിക്കണം. അവൻ നിന്റെ കഴുത്തിൽ രക്തപുഷ്പമാലങ്ങൾ അണിയിക്കും. നിന്റെ ശരീരമാസകലം രക്തചന്ദ്രൻ പൂശും. മന്ത്രം ജപിച്ച് ശുദ്ധവരുത്തിയ കയറുകൊണ്ട് അവർ നിന്നെ വരിഞ്ഞു കിട്ടും. ഈ 2 സൂക്തങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കാം. കാണാപ്പാടമാക്കും വരെ അത് മനസ്സിൽ ഉരുവിട്ടുള്ളൂ. പിന്നീട് യജ്ഞത്തിൻ്റെ സമയത്ത് ഈ സൂക്തങ്ങൾ ഉച്ചത്തിൽ പാടുക. യജ്ഞം മുഴുവിക്കുന്നതോടെ എല്ലാം ശുഭമായി തീരുകയും ചെയ്യും. ശുനശ്ലേഫൻ വളരെ ശ്രദ്ധയോടെ സൂക്തങ്ങൾ ഉരുകഴിച്ചു. പിന്നീട് അയാൾ രോഹിതന്റെ സമീപം ചെന്ന് പറഞ്ഞു, യജ്ഞം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് വേഗം പോകാം. ഞാനിതാ തയ്യാറായി കഴിഞ്ഞു. ചാവാൻ ഒരുക്കമായ ബാലനെ കണ്ട് രാജകുമാരന് സന്തോഷമായി. രോഗിയായ രാജാവിൻ്റെ അടുക്ക് നിന്ന് അവർ അതിവേഗം ചെന്നു. വിവരങ്ങൾ അറിഞ്ഞ് ഹരിചന്ദ്രൻ ഏറ്റവും സന്തോഷിച്ചു. അദ്ദേഹം യജ്ഞശാലയിലേക്ക് പോയി. മഹോദരം പടിവെട്ടി കഠിന വേദന അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം യജ്ഞ നടപടികൾ ആരംഭിച്ചു. ബാലൻ യുവസമ്പത്തിൽ ബന്ധിതനായി. അവർ അയാളെ ബലിയർപ്പിക്കുവാൻ തയ്യാറാകുക തന്നെ. കൗശികൻ ഉപദേശിച്ചു തന്നെ ഹൃദ്യമാക്കിയ സൂക്തങ്ങൾ തൻ്റെ കുട്ടിത്തം വിടാത്ത സ്വരത്തിൽ പാടുവാൻ തുടങ്ങി. യജ്ഞശാലയിലുള്ളവർ അത്ഭുത ശബ്ദരായി. യജ്ഞഭാഗത്തിന് അർഹനായ ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ളവയായിരുന്നു ശ്രേഷ്ഠങ്ങളായ സൂക്തങ്ങൾ. ഇന്ദ്രൻ സന്തോഷിച്ചു, അതേപോലെ വരുണൻ. അവർ നേരിൽ പുഷ്പെട്ട് ശൂനശ്രേവനെ ദീർഘായുസം നൽകി. രാജാവിൻ്റെ വീഴ്ചയ്ക്ക് മാൽപ്പ് കൊടുക്കപ്പെട്ടു. അദ്ദേഹം രോഗവിമുക്തനാകുകയും ചെയ്തു. പുത്രാസക്തി മൂലം വന്നു ചേർന്ന തിക്നാനുഭവങ്ങൾ അദ്ദേഹത്തിന് പാഠമായി. അദ്ദേഹം കൗശികനിൽ നിന്ന് ബ്രഹ്മവിദ്യ പഠിക്കുവാൻ ആഗ്രഹിച്ചു. ഋഷിക്ക് അതിൽ സന്തോഷമേ ഉണ്ടായുള്ളൂ. അദ്ദേഹം രാജാവിന് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു. ഹരിചന്ദ്രൻ അതിനുശേഷം ഒരു വ്യത്യസ്ത മനുഷ്യനായി തീർന്നു. കൗശികന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അതിലൊരാൾ മധുചന്ദസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവരെ മധുചന്ദസ് സഹോദരന്മാർ എന്ന് വിളിച്ചിരുന്നു. ഹരിചന്ദ്രന്റെ യജ്ഞത്തിന് ശേഷം കൗശികൻ ശുനശ്ലേവനെ ദത്തെടുത്തു. അദ്ദേഹം പുത്രന്മാരോട് പറഞ്ഞു, ഇയാൾ നിങ്ങളുടെ സഹോദരനാണ്, ഭൃഗുവംശജനാണ്. ഇപ്പോൾ നിങ്ങളിൽ ഒരുവനുമാണ്. അയാൾ നിങ്ങളുടെ ജ്യേഷ്ഠനായി പരിഗണിക്കണം. കൗശികന്റെ പുത്രന്മാർക്ക് അച്ഛൻ്റെ ഈ നിർദ്ദേശം ഇഷ്ടമായില്ല. അവർ ശുനശ്ലേവനെ തങ്ങളുടെ ജ്യേഷ്ഠനായി അംഗീകരിച്ചില്ല. കൗശികൻ കുപിതനായി. നീചന്മാരായി പോകട്ടെ എന്ന് അവരെ ശപിക്കുകയും ചെയ്തു. മധുചന്ദസിന്റെ കൂടെ 50 സഹോദരന്മാർ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് ഇങ്ങനെ പറഞ്ഞു, ഏത് കാര്യത്തിലായാലും ഞങ്ങൾ അങ്ങേ അനുസരിക്കുവാൻ തയ്യാറാണ്. ശുനശ്ലേവനെ ജ്യേഷ്ഠ സഹോദരനായി അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കൗശികൻ സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ പുത്രന്റെ നേതൃത്വത്തിൽ നിങ്ങൾ കൗശികന്മാർ എന്നറിയപ്പെടും. നമ്മുടെ കൗശിക ഗോത്രം എന്ന പേരിൽ പ്രസിദ്ധമാവും. കൗശികൻ തുടർന്ന് 1000 വർഷം തപസ് അനുഷ്ഠിച്ചു. അതിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവ് അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ തപസ് മൂലം അങ്ങ് ഒരു ഋഷിയായി തീർന്നിരിക്കുന്നു. രാജഋഷി മാത്രമല്ല, കേവലം ഒരു ഋഷിയായതുകൊണ്ട് കൗശികൻ സന്തുഷ്ടനായില്ല. ബ്രഹ്മഋഷി പദം കൈവരിക്കുവാൻ അദ്ദേഹം ഉറച്ചു നിന്നു. അതിനായി അദ്ദേഹം ഘോര തപസ് ആരംഭിച്ചു. വടക്ക് ദിക്കിൽ ചെന്നാണ് അദ്ദേഹം തപസ് തുടർന്നത്. കൗശികന്റെ തപസ്സിൽ ദേവന്മാർക്ക് വിഷമം തോന്നി. തൻ്റെ ഇന്ദ്രപദവി നഷ്ടപ്പെടുമോ എന്ന് ഇന്ദ്രന് ഭയമായി. അതിലുള്ള തപസ്സിലിളക്കുവാൻ നിശ്ചയിച്ചു. തൻ്റെ സദസ്സിലെ മേനക എന്ന അപ്സരസിനെ അദ്ദേഹം വരുത്തി. അദ്ദേഹം അവളോട് പറഞ്ഞു, എൻ്റെ അപ്സരസുകളിൽ നീയാണ് ഉത്തമം. നിന്റെ സഹായം എനിക്ക് വേണം. നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. കൗശികൻ എന്ന് തപസ് ചെയ്യുന്നു. അദ്ദേഹം മദ്യോസാരണ സൂര്യനെ പോലെ ശോഭിക്കുന്നു. അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയ തപോശക്തി അത്യുഗ്രമായിരിക്കുന്നു. ഇതിങ്ങനെ പോയാൽ ഞാൻ സിംഹാസനത്തിൽ നിന്ന് ഗളസ്ത്രം ചെയ്യപ്പെടുകയാണ്. നീ അദ്ദേഹത്തിന് മുമ്പിലെത്തണം. അദ്ദേഹം ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ഏകാഗ്ര മനസ്സോടെ സമാധിയിൽ വർത്തിക്കുകയാണ്. നീ നിന്റെ സൗന്ദര്യം കൊണ്ടും ലാവണ്യം കൊണ്ടും ആകർഷത കൊണ്ടും അദ്ദേഹത്തെ വശീകരിക്കണം. അദ്ദേഹത്തിൻ്റെ ദൗർബല്യം ലാക്കാക്കി കീഴ്പ്പെടുത്തുകയും വേണം. അദ്ദേഹം തപസ് നിർത്തിവെക്കാൻ വേണ്ടതെല്ലാം ചെയ്യും. എങ്കിൽ ഞാൻ നിന്നിൽ സന്തുഷ്ടനാകും. മേനക ഏറ്റവും ഭയപ്പെട്ടു. അവൾ പറഞ്ഞു, പ്രഭു, അദ്ദേഹം വളരെ പ്രബലനാണെന്ന് എൻ്റെ അറിവ്. വലിയ ക്ഷിപ്രകോപിയാണെന്നും വപുസ്, തപസ്, കോപം ഇവ 3 ഒന്നിച്ചു കൂടിയാൽ അധികം കഥയാണെന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ അവയെ എങ്ങനെ തരണം ചെയ്യും? അങ്ങ് അദ്ദേഹത്തെ ഭയപ്പെടുന്നു. എന്നിട്ടാണ് എന്നെപ്പോലെ അബലയായ ഒരു പെണ്ണിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ എങ്ങനെ നേരിടും? അദ്ദേഹം വസിഷ്ഠപുത്രന്മാരെ ശപിച്ച ആളാണ്. അദ്ദേഹം ഒരു ക്ഷത്രിയനായിരുന്നു. സ്വയപ്രയത്നം കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒരു ഋഷിയായിരിക്കുന്നു. ഒരു രാജാവിന് വേണ്ട പുതിയൊരു സ്വർഗം സൃഷ്ടിച്ച് അദ്ദേഹം ബ്രഹ്മാവിനെ പോലെ ആയിരിക്കുകയാണ്. ഇത്രയും പ്രബലനായ ഒരു തപസ്സി തീർച്ചയായും ഇന്ദ്രിയാസക്തി വെടിഞ്ഞവനാവും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ചെയ്യും? ഞാനിതെങ്ങനെ ധൈര്യപ്പെടും? അദ്ദേഹം എന്നെ ശപിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യില്ല. അദ്ദേഹം എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. മന്മഥനെയും വസന്തനെയും എന്നോട് അയച്ചിരിക്കുക. മന്ദമാരുതനും തങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള മനോഹരമായ ചുറ്റുപാടിൽ തക്തായ സമയം നോക്കി ഞാൻ കൗശികനെ വശത്താക്കുവാൻ നോക്കാം. നമ്മുടെ പരിശ്രമം ഫലവത്താകുമെന്ന് നമുക്ക് ആശിക്കാം. മേനക ഭൂലോകത്തിലേക്ക് ഇറങ്ങി ചെന്നു. കൗശികൻ തപസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിനായി അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള അവസരവും കാത്തുകൊണ്ട് അവൾ നിന്നു. ഒരു ദിവസം കൗശികൻ
ധ്യാനത്തിൽ നിന്നുണർന്ന് അവിടെ ഉലാത്തുകയായിരുന്നു. താൻ കാത്തിരുന്ന സന്ദർഭം സമാഗതമായി എന്ന് മേനകയ്ക്ക് തോന്നി. അവളുടെ ഊഹം പിഴച്ചില്ല. അവളുടെ മനോഹരമായ രൂപവും വശ്യഭാവങ്ങളും കണ്ട് കൗശികൻ്റെ മനസ്സിലായി. അദ്ദേഹം അവളുടെ വലയിൽ വീണു. 5 വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഒരു 5 കൂടി. പെട്ടെന്നൊരു ദിവസം അദ്ദേഹം ഈ കുരുക്കിൽ നിന്ന് പുറത്തു ചാടി. 10 വർഷം, വിലപ്പെട്ട 10 വർഷക്കാലം വൃഥാ പോയത് അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ തപസ്സിന് വിഘ്നം വന്നു. അദ്ദേഹം സമ്പാദിച്ച തപോധനത്തിൽ ഏറിയ പങ്കും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കോപവും തപസ്സും നിറഞ്ഞു. ആരെങ്കിലും തപസ്സനുഷ്ഠിച്ചാൽ അതിന് വിഘ്നമുണ്ടായാൽ ദേവന്മാരുടെ പതിവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ കൊണ്ട് മേനക ഭയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കോപാഗ്നി തന്നിൽ പതിച്ചാലോ എന്നായിരുന്നു അവളുടെ ഭയം. കണ്ണിൽ കണ്ണീരോടും കൂടി കൈകൾ കൂപ്പിക്കൊണ്ട് അവൾ അവിടെ നിന്നു. ഭാഗ്യത്താൽ കൗശികൻ അവളോട് കോപിച്ചില്ല. നിവർത്തിച്ച തപസ് വടക്ക് ദിക്കിൽ പോയി തുടരുവാൻ താൻ നിശ്ചയിക്കുമെന്ന് അദ്ദേഹം അവളോട് പറഞ്ഞു. കൗശിക നദീതീരത്തേക്കാണ് അദ്ദേഹം പോയത്. അവിടെ അദ്ദേഹം ഘോരമായ തപസ്സിൽ മുഴുകി. ദീർഘകാലത്തിന് ശേഷം സന്തുഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനോടുകൂടി അവിടെ ചെന്നു. അവിടെ പറഞ്ഞു, കൗശിക, അങ്ങിപ്പോൾ ഒരു മഹാഋഷിയായിരിക്കും. അങ്ങ് കഠിന തപസ് അനുഷ്ഠിച്ചിരിക്കുന്നു. ഋഷിമാരിൽ ഏറ്റവും മഹാനാണ് അങ്ങ് എന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ട് കൗശികന് സന്തോഷമോ ദുഃഖമോ ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, തപസ് കൊണ്ട് മഹാഋഷി എന്ന പദം ഞാൻ നേടിയിരിക്കുന്നു. എന്നാൽ ഞാൻ ജിതേന്ദ്രനായോ എന്ന് പറയുക? ബ്രഹ്മാവ് പറഞ്ഞു, ഇല്ല, അങ്ങ് ജിതേന്ദ്രനായിട്ടില്ല, തീർത്തും ആയിക്കഴിഞ്ഞിട്ടില്ല. കൗശികൻ്റെ മുഖം മ്ലാനമായി. ബ്രഹ്മാവ് പറഞ്ഞു, അതും കൂടി നേടുവാൻ ഞാൻ ശ്രമിക്കും. ഇന്ദ്രിയങ്ങളുടെ പരിപൂർണമായ നിയന്ത്രണം. തൻ്റെ തപസ്സിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ഭാഗം അദ്ദേഹം അനുഷ്ഠിച്ചു. അതിന് ഏതാനും വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. വേനൽക്കാലത്ത് പഞ്ഞാഗ്നിമഗ്നത്തിൽ നിരാഹാരനായി 2 കൈകളും പൊക്കിപ്പിടിച്ച് വർഷക്കാലത്ത് ജലമധ്യത്തിൽ കേവലം വായു മാത്രം ഭക്ഷിച്ച് നിലയുറപ്പിച്ചും അദ്ദേഹം ഘോര തപസ് അനുഷ്ഠിച്ചു. ഇന്ദ്രൻ തൻ്റെ പതിവ് പണി തുടങ്ങി. അദ്ദേഹം രംഭയെ അടുത്ത് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മുമ്പ് മേനക ചെയ്തതുപോലെ കൗശികനെ ഭ്രമിപ്പിക്കാൻ ശ്രമിക്കും. രംഭയ്ക്ക് കൗശികനെ വലിയ ഭയമായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ ആ സാഹസത്തിനില്ല. അദ്ദേഹത്തിൻ്റെ കോപം അസഹ്യമാണ്. പക്ഷെ അവളോടൊപ്പം താൻ ഉണ്ടാവുമെന്ന് ഇന്ദ്രൻ ഉറപ്പ് കൊടുത്തു. വൃക്ഷിക്കൊമ്പിലിരുന്ന് കോയിൽ പാടും. ആ വൃക്ഷക്കൊമ്പിനടുത്തായിരുന്നു കൗശികൻ്റെ ഇരിപ്പ്. ആ വൃക്ഷത്തിന്മേൽ മന്മഥനും ഇന്ദ്രനും ഇരിപ്പുറച്ചു. കൗശികൻ ധ്യാനത്തിനിരിക്കെ കുയിലിൻ്റെ സംഗീതധ്വനി കൗശികനെ ശല്യപ്പെടുത്തി. കൂട്ടത്തിൽ അവിടെമെങ്ങും പുഷ്പഗന്ധം പറന്നു. വസന്തകാലമാണോ എന്ന് തോന്നി. കൗശികൻ കണ്ണു തുറന്നു. മുമ്പിൽ നിൽക്കുന്ന ഒരു അതിസുന്ദരിയായ സ്ത്രീയുടെ മേൽ അദ്ദേഹത്തിന് ദൃഷ്ടി പതിഞ്ഞു. ഇന്ദ്രൻ്റെ പണിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അല്ലെങ്കിൽ അക്കാലത്ത് വസന്തം എങ്ങനെ വന്നു? അതിനും പുറമെ ഒരു സ്ത്രീ ഈ ഘോരവനത്തിൻ്റെ ഭാഗത്ത് എങ്ങനെ എത്തി? അദ്ദേഹത്തിന് കോപം ഉദിച്ചു. അദ്ദേഹം രംഭയെ ശപിച്ചു. നീ നിന്റെ കപടതന്ത്രങ്ങൾ കൊണ്ട് എന്നെ വശീകരിക്കുവാനും എൻ്റെ തപശക്തി നശിപ്പിക്കുവാനും ശ്രമിക്കുകയാണ്. നീ ഒരു കല്ലായി തീരട്ടെ, 1000 കൊല്ലം ഭൂമിയിൽ ശയിക്കും. ഇത് പറഞ്ഞ ഉടൻ തന്നെ തൻ്റെ പ്രവൃത്തിയെപ്പറ്റി അദ്ദേഹം പശ്ചാത്തപിച്ചു. ഇങ്ങനെ സ്വയം പറയുകയും ചെയ്തു, ബ്രഹ്മാവ് പറഞ്ഞത് ശരിയാണ്. ഞാൻ ജിതേന്ദ്രനായിട്ടില്ല. എനിക്കെൻ്റെ കോപം അടക്കുവാൻ കഴിവില്ല. ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തിടത്തോളം കാലം ആത്മാവിന് ശാന്തിയില്ല. ഇനിമേൽ ഒരിക്കലും താൻ കോപിക്കില്ല. എൻ്റെ എല്ലാ വികാരങ്ങളെയും ഞാൻ നിയന്ത്രിക്കും. ഞാൻ ഇനിയും തപസ് ചെയ്യും. അപ്പോൾ മാത്രമേ ഞാൻ എൻ്റെ തപസ്സിൻ്റെ ഫലം പ്രാപിക്കൂ. കൗശികൻ അവിടം വിട്ട് പൂർവ്വദിക്കിലേക്ക് പോയി. അവിടെ അദ്ദേഹം കഠിന തപസ്സിൽ മുഴങ്ങി. 1000 കൊല്ലം അദ്ദേഹം മൗനം അനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ താപോസഗ്നിയിൽ ഭൂലോകവും സ്വർഗവും ദഹിക്കാൻ തുടങ്ങി. അദ്ദേഹം ശോഷിച്ച് കോല് പോലെയായി. അദ്ദേഹത്തിൻ്റെ തപസ്സിനെതിരായ ഒരു വിഘ്നങ്ങളും മുഴുവൻ അദ്ദേഹം തരണം ചെയ്തു. അദ്ദേഹം മനസ്സിൽ നിന്നും കോപം നിശേഷം തുടച്ചു മാറ്റി. ഒരു ദിവസം വ്രതാവസാനത്തിൽ അദ്ദേഹം അല്പം അരി സ്വയം പാകം ചെയ്ത് ഭക്ഷിക്കുവാൻ ഒരുപ്പെടുകയായിരുന്നു. ആ സമയം ഇന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഭിക്ഷയാചിച്ചു. കൗശികൻ ഒന്നും മിണ്ടാതെ ആ പാകം ചെയ്ത ഭക്ഷണം മുഴുവൻ ആ ബ്രാഹ്മണനെ നൽകി. ഒന്നും ഭക്ഷിക്കാതെ ധ്യാനനിരതനാകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ തപസ് കൂടുതൽ ഉഗ്രമായി. അദ്ദേഹത്തിന് വളരെ നേരെ ശ്വാസം നിയന്ത്രിച്ച് കഴിയുമെന്നായി. ശിരസിൽ നിന്ന് ധൂമം വൈമിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ തപസ്സിൽ 3 ലോകങ്ങളും മലഞ്ഞു. ദേവാദികൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കൗശികൻ തപശക്തി കൊണ്ട് ജ്വലിക്കുകയാണ്. ഇത്രയും കാലമായി അദ്ദേഹം എന്തിനാണ് ആഗ്രഹിച്ചിരുന്നോ അത് നൽകാതിരുന്നാൽ അദ്ദേഹത്തിൻ്റെ തപസ് കൊണ്ട് 3 ലോകവും നശിക്കുമെന്ന് തീർച്ചയാണ്. അദ്ദേഹത്തിൻ്റെ തേജസ് മൂലം സൂര്യനും അഗ്നിക്കും അവരുടെ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിൻ്റെ ഘോരമായ തിരമാലകൾ ഉയരുന്നു. പർവ്വതങ്ങൾ അഗ്നിയെ മമിക്കുന്നു. ഭൂമി കുലുങ്ങുന്നു. സർവത്ര കൊടുങ്കാറ്റടിക്കുന്നു. കൗശികൻ കാലാഗ്നി പോലെ ആയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചത്തെ രക്ഷിക്കേണ്ടത് അങ്ങയുടെ കടമയാണ്. ബ്രഹ്മാവ് കൗശികൻ്റെ അടുത്തേക്ക് വേഗത്തിൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ബ്രഹ്മർഷി, അങ്ങയ്ക്ക് സ്വാഗതം. അങ്ങയുടെ തപസ്സിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു. അങ്ങ് ദീർഘായുഷ്ണനായി ഭവിക്കട്ടെ. അങ്ങയുടെ ക്ഷേമം ഭവിക്കട്ടെ. സന്തോഷത്തിൻ്റെതായ ഒരു ചെറു മിന്നൽ പിണർ കൗശികൻ്റെ മുഖത്ത് പ്രകാശമായി. ബ്രഹ്മാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് നൽകിയത് ശരിയാണെങ്കിൽ, ഞാനൊരു ബ്രഹ്മർഷിയായെങ്കിൽ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞാനൊരു ചിരഞ്ജീവിയായെങ്കിൽ,
വേദങ്ങൾ എന്നെ ബ്രഹ്മഹർഷിയായി അംഗീകരിക്കട്ടെ. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, അങ്ങയുടെ പുത്രനായ വസിഷ്ഠൻ എന്നെ ആവിധം അംഗീകരിക്കണം. അവർ വസിഷ്ഠനെ മഹാനായ കൗശികന്റെ മുന്നിൽ വരുത്തി. കൗശികനെ നോക്കി സ്നേഹപൂർവ്വം മന്ദഹസിച്ചുകൊണ്ട് വസിഷ്ഠൻ പറഞ്ഞു, അങ്ങൊരു മഹാത്മാവാണ്, ഒരു ബ്രഹ്മഹർഷിയാണ്, അതിനെപ്പറ്റി യാതൊരു സന്ദേശവുമില്ല. കൗശികൻ വസിഷ്ഠനെ ആദരപൂർവ്വം ബഹുമാനിച്ചു. അസാധ്യമായത് നേടുവാൻ സാധിച്ചെങ്കിൽ അദ്ദേഹം കൃതാർത്ഥനും സന്തുഷ്ടനുമായി. എന്നാൽ അദ്ദേഹം അതിൽ അഭിമാനിച്ചില്ല, ഗർവം കൊണ്ടില്ല. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എപ്പോഴും അദ്ദേഹം സന്നദ്ധനായിരുന്നു. അദ്ദേഹം വിശ്വാമിത്രൻ എന്ന് വിളിക്കപ്പെട്ടു, വിശ്വത്തിൻ്റെ മിത്രം എന്ന അർത്ഥത്തിൽ. സദാനന്ദം പറഞ്ഞു, ഈ വിശ്വാമിത്രൻ തപസ്സിൻ്റെ പര്യായമാണ്, തൽസ്വരൂപമാണ്. ജനകൻ വിശ്വാമിത്രൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, മഹാരാജാവിൻ്റെ പുത്രന്മാരെയും കൂട്ടി എൻ്റെ യജ്ഞത്തിൽ അങ്ങ് വന്നത് ദയാർണവും മഹനീയവുമായൊരു കൃത്യം തന്നെ. വിശ്വത്തിൻ്റെ മിത്രമായ അങ്ങ് വിശ്വാമിത്രനായി തീർന്ന കഥ, അങ്ങയുടെ മഹനീയമായ പുണ്യകഥ സവിസ്തരം ഞാൻ ഇങ്ങ് കേട്ടു. പ്രഭു, അങ്ങയുടെ പേര് അങ്ങയ്ക്കും ഏറ്റവും യോജിച്ചത് തന്നെയാണ്. മാനവ സമുദായത്തിന് നന്മ മാത്രം ഇച്ഛിക്കുന്ന ആളാണെന്ന്, അതിന് സർവ്വതാ ഒരുക്കമാണെന്ന്. എനിക്കും എന്തോ നന്മ ചെയ്യുവാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ് എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട്. സൂര്യൻ അസ്തമയത്തോടടുത്തു. സഭ പിരിക്കുകയും ചെയ്തു. രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഋഷിമാർ അവരുടെ ആശ്രമങ്ങളിലേക്കും രാമ മൗനം പാലിച്ചു നിന്നു. അപ്രകാരം തന്നെ ലക്ഷ്മണനും. വിശ്വാമിത്രൻ്റെ കഥയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെപ്പറ്റിയും പ്രതിപ്രദാനം നടത്തുന്ന എത്രയോ ശ്രേഷ്ഠമാണെന്ന് മനസ്സിൽ കരുതി. അതിരാവിലെ ജനക മഹാരാജാവ് വിശ്വാമിത്രൻ്റെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെയും രാജകുമാരന്മാരുടെയും സ്വാഗതം ചെയ്ത ശേഷം രാജാവ് പറഞ്ഞു, പ്രഭു, എന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത്. അതെനിക്കറിയാം. ഞാൻ ചെയ്യേണ്ടതായി പ്രത്യേകിച്ച് എന്തെങ്കിലുമുണ്ട്. എന്താണ് വേണ്ടതെന്ന് എന്നോട് കൽപ്പിക്കുക. ജനകന്റെ വിനയം കണ്ട് മഹർഷിയുടെ മനസ്സ് കുളിർത്തു. അദ്ദേഹം മൃദുവായി പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ 2 യുവാക്കൾ ക്ഷത്രിയരാണ്, ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്. രാമനെന്നും ലക്ഷ്മണനുമെന്നുമാണ് ഇവരുടെ പേര്. ഇവർ അസ്ത്രവിദ്യയിൽ നിപുണരാണ്. വർഷങ്ങളായി അങ്ങ് പൂജിച്ചു വരുന്ന മഹാദേവന്റെ വില്ല് കാണുവാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്. ഒരു മഹാഭാഗ്യം അങ്ങേ കാത്തിരിക്കുകയാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയും. ഈ വില്ല് അതിന് കാരണമാവും. വില്ല് ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ കൽപ്പിക്കുക, അവരത് കാണട്ടെ. ജനക മഹാരാജാവ് പറഞ്ഞു, ആ ചാപത്തിൻ്റെ കഥ, വിദേഹ ഗ്രഹത്തിൽ അദ്ദേഹം വന്നു ചേർന്നു എന്ന കഥ ഞാൻ ഇവരോട് പറയാം. അങ്ങയുടെ ഗ്രഹത്തിൽ നിമി എന്നു പേരായി സുപ്രസിദ്ധയായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശേഷം 6ാമത്തെ രാജാവായിരുന്നു ദേവരാതൻ. ഈ ശാപം അദ്ദേഹത്തിനാണ് നൽകപ്പെട്ടത്. അത് കൈവശം വയ്ക്കുവാനും വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുവാനും അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ശാപത്തെ സംബന്ധിച്ചാണെങ്കിൽ അതിനും ഒരു കഥയുണ്ട്. പണ്ട് ദക്ഷൻ യാഗം ചെയ്തപ്പോൾ മഹാദേവന് ആവിർഭാഗം നൽകാതെ അദ്ദേഹത്തെ അപമാനിച്ചു. ദക്ഷനെ ഭയപ്പെട്ടിരുന്ന ദേവന്മാർ ഭഗവാനോടുള്ള ഈ അപമാനം സഹിച്ചു നിന്നു. മഹാദേവൻ വില്ലുമേന്തി യജ്ഞശാലയിലേക്ക് പോയി. അദ്ദേഹം ദേവന്മാരുടെ നേരെ പുരികം ചുളിച്ചുകൊണ്ട് അവജ്ഞയോടുകൂടി പറഞ്ഞു, നിങ്ങളിത് അനുവദിച്ചതിൽ ഞാൻ നിങ്ങളുടെ കിരീടമണിഞ്ഞ് തലയുടലിൽ നിന്ന് വേർപെടുത്തുന്നുണ്ട്. ദേവന്മാർ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. ക്ഷിപ്രകോപിയും എന്നാൽ ക്ഷിപ്രപ്രസാദിയുമായ ഭഗവാൻ മഹാദേവന്റെ കോപം ശമിച്ചു. ദേവന്മാർ രക്ഷപ്പെടുകയും ചെയ്തു. അന്നെൻ്റെ പൂർവികന് നൽകപ്പെട്ടതാണ് ഈ ശാപം. അമൂല്യ രക്തം പോലെയാണ് ഞാനിത് സൂക്ഷിക്കുന്നത്. ഒരിക്കൽ മറ്റൊരു യജ്ഞം ചെയ്യുവാനായി ഞാൻ ഭൂമി ഉഴുതുമറിക്കുകയായിരുന്നു. ഉഴുതുചാലിൽ ഭംഗിയേറിയൊരു ശിശു കിടക്കുന്നത് ഞാൻ കണ്ടു. ദുർബലയായ ഒരു പെൺകുഞ്ഞായിരുന്നു അത്. അന്ന് സന്താനരഹിതയായിരുന്നു. ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് എൻ്റെ രാജ്ഞിയെ ഏൽപ്പിച്ചു. അവൾ ഞങ്ങളുടെ സീമന്തപുത്രിയായി വളർന്നു. കരികൊണ്ടുടുമ്പോൾ കിട്ടിയതായാൽ ഞാൻ അവൾക്ക് സീത എന്ന് പേരിട്ടു. അവൾ ലക്ഷ്മി ദേവിയുടെ അവതാരമായി എനിക്ക് അനുഭവപ്പെട്ടു. അവൾ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയല്ല. ഒരു വീരൻ അവളെ വിവാഹം കഴിച്ചു കൊടുക്കുവാനാണെന്ന് എനിക്ക് തോന്നി. പല രാജകുമാരന്മാരും അന്ന് അവളെ ആവശ്യപ്പെട്ടെങ്കിലും എനിക്ക് അവളെ കൊടുക്കുവാൻ മനസ്സ് വന്നില്ല. ഒരു നിബന്ധന പാലിക്കുന്ന ആൾക്കെ അവളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ഈ ചാപം പൊക്കിയെടുത്ത് ഞാൻ കിട്ടുന്നവന് സീതയെ കൊടുക്കും. ഇതായിരുന്നു ആ നിബന്ധന. പ്രഭു, അവരിൽ ആർക്കും തന്നെ അത് പൊക്കുവാൻ പോലും കഴിഞ്ഞില്ല. ക്രുദ്ധരായ രാജാക്കന്മാർ ഒന്നു ചേർന്ന് 4 ഭാഗത്തിൽ നിന്നും മിഥിലയിലേക്ക് ലക്ഷ്യം വന്നു. എനിക്ക് അവരുടെ എതിർപ്പിനെ തടഞ്ഞു നിർത്തുവാനായില്ല. ഞാൻ ഏറെ കഷ്ടപ്പെട്ടു. ഞാൻ തപസ് ചെയ്തു. ദേവന്മാർ അവരുടെ ദിവ്യ സൈന്യത്തെ എനിക്ക് സഹായത്തിന് അയച്ചു. ശത്രുക്കൾ തോറ്റു. മിഥില രാജ്യം നാശത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ദീർഘമായ ചരിത്രമുള്ള ചാപമാണിത്. രാമലക്ഷ്മണന്മാർക്ക് കാണുവാനായി തീർച്ചയായും ഞാനിതിവിടേക്ക് വരത്താം. ആ ചാപം വിശ്വാമിത്രൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ജനകൻ മന്ത്രിമാരോട് ആജ്ഞാപിച്ചു. അവർ പോയി ആ ചാപം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു. ദിവസവും ഗന്ധപുഷ്പാദികൾ കൊണ്ട് പൂജ ചെയ്യുന്ന ആ ചാപം വെച്ച വണ്ടി വലിക്കുവാൻ 5000 ബലിഷ്ഠരായ ആളുകൾ വേണ്ടി വന്നു. ആ വണ്ടിക്ക് 8 ചക്രങ്ങളുണ്ടായിരുന്നു.
വളരെ പ്രയാസപ്പെട്ടാണ് ആ വണ്ടി അതിഥികളുടെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുവന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മഹാദേവന്റെ ആ ചാപത്തെ വന്ദിച്ചു. ജനകൻ വിനീത ഭാവത്തിൽ വിശ്വാമിത്രനോട് പറഞ്ഞു, എത്രയോ രാജാക്കന്മാരുടെ ഗർവിന് ശമനം വരുത്തിയ വില്ലാണിത്. ഒരു ദേവനോ അസുരനോ യക്ഷകനോ ഈ മഹേശ്വര ശാപം എടുത്തുരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ കഥ പിന്നെ പറയണം. ദയവായി ഈ ശാപം രാജകുമാരന്മാർക്ക് കാണിച്ചു കൊടുക്കുക. വിശ്വാമിത്രൻ ജനകന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടു. സൗമ്യമായി മന്ദഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കുഞ്ഞേ രാമ, ആ ശാപം കണ്ടോളൂ. രാമൻ കൂടിനടുത്ത് ചെന്ന് വാതിൽ തുറന്നു. ആ ഗംഭീരമായ ചാപത്തിന് നേരെ നോക്കിക്കൊണ്ട് അദ്ദേഹം വളരെ നേരം നിന്നു. പിന്നീട് വിശ്വാമിത്രന്റെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു, പ്രഭു, ഞാൻ എൻ്റെ കൈകൊണ്ട് ഈ ചാപം തൊടുവാൻ ഒരുങ്ങുകയാണ്. അതെടുത്ത് ഞാൻ വലിച്ചു കെട്ടുവാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങ് അനുവദിക്കുമോ? തീർച്ചയായും. ഋഷിയും രാജാവും ഒപ്പം പറഞ്ഞു. രാമൻ ഏറ്റവും ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. ഏവരും അത് കേട്ട് ഞെട്ടിപ്പോയി. ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ഒരു കടയിലെന്ന മട്ടിൽ രാമൻ ചാപം എടുത്തു പൊക്കി. ഇടത് കൈ കൊണ്ട് അത് കുത്തിപ്പിടിച്ച് ഞാൻ കെട്ടുവാനായി വലതുകൊണ്ട് അദ്ദേഹം വില്ലു വളച്ചു. ഇടുവെട്ടും പോലെ ഒരു ശബ്ദമുണ്ടായി. മഹാദേവന്റെ ആ ചാപൻ രണ്ടായി മുറിഞ്ഞു. ആ ശബ്ദം കൊണ്ട് ഭൂമി കുലുങ്ങി. മിക്ക ജനങ്ങളും ബോധം കെട്ടു വീണു. ശബ്ദം കൊണ്ട് കുലുങ്ങാതെ നിന്നവർ വിശ്വാമിത്രനും ജനകനും രാജകുമാരന്മാരും മാത്രമായിരുന്നു. അവർക്ക് ബോധം തെളിഞ്ഞ് സാധാരണ നില കൈവന്നപ്പോൾ ജനകൻ മധുരസ്വരത്തിൽ സന്ദർഭോചിതമായി ഇങ്ങനെ പറഞ്ഞു, ഇപ്രകാരം സംഭവിച്ചു എന്നെനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഈ രാമൻ മനുഷ്യരിൽ വെച്ച് ഉത്തമൻ തന്നെയാണ്. എൻ്റെ പ്രിയപുത്രി ഇക്ഷ്വാകു വംശത്തിലെ വധുവാകാൻ പോകുന്നത് എൻ്റെ ഭാഗ്യം തന്നെ. വില്ലുകുലച്ച് ഞാൻ കിട്ടുന്ന വീരന് അവളെ കൊടുക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരുന്നു. രാമൻ അത് ചെയ്തിരിക്കുന്നു. പ്രഭു, അയോധ്യയിലേക്ക് ദൂതന്മാരെ അയക്കുവാൻ അനുവാദം തന്നാലും സംഭവങ്ങളെപ്പറ്റി മഹാരാജാവിനെ അവർ അറിയട്ടെ. തൻ്റെ പുത്രിയുടെ കൈ എങ്ങനെ വരിച്ചുവെന്ന് അദ്ദേഹം അറിയട്ടെ. രാജകുമാരന്മാർ ഇപ്പോഴും അങ്ങയുടെ രക്ഷയിലാണെന്ന് അദ്ദേഹം അറിയട്ടെ. കഴിയുന്നതിലും വേഗം മിഥിലയിൽ എത്തിച്ചേരണമെന്നും അപേക്ഷിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ തന്നെ ചെയ്യുക. വിശ്വാമിത്രൻ സന്തോഷം പറഞ്ഞു. ദൂതന്മാർ വായുവേഗത്തിൽ കുതിരകളിൽ കയറി പുറപ്പെട്ടു. രാമൻ മഹേശ്വര ശാപം ഭേദിച്ച വാർത്തയുമായി അവർ ആ മഹാനഗരിയിൽ അത്യധികം എത്തിച്ചേർന്നു. ദൂതന്മാർക്ക് അയോധ്യയിലെത്തുവാൻ 3 രാത്രിയും 3 പകലും വേണ്ടി വന്നു. അവർ കൊട്ടാരത്തിലെത്തി ദ്വാരപാലകന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മിഥിലയിൽ നിന്ന് വരുന്ന രാജാവിന് ഒരു സന്ദേശമായി വരികയാണ്. അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഞങ്ങളെ ആനയിച്ചാലും. രാജസൗധത്തിലെത്തി രാജാവിനെ വേണ്ട വിധം വന്ദിച്ച ശേഷം അവർ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, മിഥിലാധിപതിയായ ജനകൻ മഹാനായ അങ്ങയെ അഭിവാദനം ചെയ്തു. പ്രജകൾക്കും അങ്ങയ്ക്കും ക്ഷേമമല്ലേ എന്ന് അന്വേഷിക്കുന്നു. മഹാനായ വിശ്വാമിത്രന്റെ അനുവാദത്തോടുകൂടി അദ്ദേഹം അങ്ങയോട് അപേക്ഷ ചെയ്യുകയാണ്. സംഗതി ഇതാണ്. സീത എന്നു പേരായി എനിക്കൊരു പുത്രിയുണ്ട്. അവൾക്കൊരു വീരശൂര പരാക്രമിയാണ് ഞാൻ ലോകത്തിൽ നിന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഞാൻ ചെയ്യുന്ന വ്യവസ്ഥയെ സഫലീകരിക്കുവാൻ ഇവിടെ വന്നു ചേർന്ന രാജകുമാരന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല. വിശ്വാമിത്രനോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള അങ്ങയുടെ അനുഗ്രഹീത പുത്രൻ രാമൻ എൻ്റെ ആ നിബന്ധന സഫലമാക്കിയിരിക്കുന്നു. അങ്ങയുടെ പുത്രൻ എൻ്റെ ജാമാതാവാകുന്നത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. നിരവധി ഋഷിമാരുടെയും രാജാക്കന്മാരുടെയും പൗരന്മാരുടെയും സാന്നിധ്യത്തിൽ അങ്ങയുടെ പുത്രൻ മഹത്തായ മഹേശ്വര ശാപം ഭഞ്ജിച്ചിരിക്കുന്നു. എൻ്റെ വാഗ്ദാനം അനുസരിച്ച് എൻ്റെ പുത്രിയായ സീതയെ അദ്ദേഹത്തിൻ്റെ ശൗര്യത്തിനുള്ള ഉപഹാരമായി ഞാൻ നൽകുന്നു. എൻ്റെ ദാനം സ്വീകരിച്ച് എന്നെ ധന്യനാക്കിയാലും ആചാര്യന്മാരോടെയും എത്രയും വേഗം മിഥിലയിലേക്ക് പുറപ്പെട്ടാലും അങ്ങയുടെ പുത്രന്മാർ അങ്ങയെ കാണുവാൻ ആകാംക്ഷഭരിതരായിരിക്കുകയാണ്. എൻ്റെ വാഗ്ദാനം നിറവേറ്റുവാൻ ദയാപൂർവം എന്നെ സഹായിക്കണം. എൻ്റെ പുത്രിയെ അങ്ങയുടെ പുത്രന് നൽകുവാൻ അനുവദിക്കണം. ദൂതന്മാർ തുടർന്നു. രാജാവിൻ്റെ ഗുരുവായ സദാനന്ദനും മഹർഷി വിശ്വാമിത്രനും ഉപദേശിച്ചതനുസരിച്ച് ഈ സന്ദേശം അങ്ങയ്ക്ക് നൽകുവാനായി ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ നഗരത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. രാജാവിൻ്റെ മറുപടി കാത്തുകൊണ്ട് അവർ ഉത്കണ്ഠയോടെ അവിടെ നിന്നു. വാചമഗോധരായ സന്തോഷത്തോടും കൂടി ദശരഥൻ വസിഷ്ഠന്റെയും വാമദേവന്റെയും സദസ്സിലുള്ള മന്ത്രിമാരുടെയും നേരെ നോക്കി പറഞ്ഞു, എൻ്റെ പുത്രന്മാർ വിശ്വാമിത്രനോടൊപ്പം വിദേഹ രാജ്യത്തിലെത്തിയിരിക്കുന്നു. രാമന്റെ ശൗര്യം അവരുടെയും അഭിനന്ദനത്തിന് പാത്രമായ കാര്യവും നിങ്ങൾ കേട്ടുവല്ലോ. കഴിയുന്നതും വേഗം വിവാഹം നടത്തുമെന്നാണ് ജനകന്റെ മോഹം. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ നമുക്കുടൻ തന്നെ മിഥിലയിലേക്ക് പുറപ്പെടാം. സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. അയോധ്യവാസികൾ മുഴുവൻ ഏറ്റവും സന്തോഷിതരായി. അതിരാവിലെ മിഥിലയിലേക്ക് പുറപ്പെടാമെന്നവർ തീരുമാനിച്ചു. യാത്ര കൊണ്ട് ക്ഷീണിതരായ ദൂതന്മാരെ യഥായോഗ്യം ആദരിച്ചു. അവരെല്ലാവരും ആ രാത്രി സസന്തോഷം കഴിച്ചുകൂട്ടി.